ഓക്കെ, അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുവാണ് കേട്ടോ. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലോ പതുക്കെ പതുക്കെ ഓരോ മേഖലകളായിട്ട് എത്തുകയാണ്. കാര്യം നിങ്ങളിൽ പലർക്കും ഒക്കെ ഈ LDCയുടെ പരീക്ഷയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 1.5 മാസം നമ്മളൊരല്പം സാവധാനത്തിലായിരിക്കും പോകുന്നത് കേട്ടോ. കാര്യം എന്താ, പരീക്ഷകൾ പലതും നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് എല്ലാത്തിലും ശ്രദ്ധ ഒരേ സമയത്ത് കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു ഓണം കഴിയുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മളുടെ ക്ലാസ് എന്ന സിസ്റ്റത്തിലേക്ക് വരിക. ഇപ്പൊ നമുക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് നമ്മൾ ലൈവ് ഉദ്ദേശിക്കുന്നത്. ഒരു സെപ്റ്റംബർ മാസമൊക്കെ കഴിഞ്ഞ് ഓണത്തിന്റെ ആഘോഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് റിസൾട്ടും ഒക്കെ വരും. അപ്പൊ തകൃതിയായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിന്ന് നോക്കുന്നത് എന്താണ്, ഡെമോക്രാറ്റിക് അല്ലെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലെ. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഡീസെൻട്രലൈസേഷൻ നമുക്കറിയാൻ ധരിക്കാം വികേന്ദ്രീകരണം എന്നാണ് പറയുന്നത് അല്ലെ. കേന്ദ്രീകരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരിടത്തേക്ക് ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്നു അല്ലെ. ചില ആൾക്കാരുടെ എന്താണ് നമ്മൾ പറയാറില്ലേ, ഈ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പൊ ഫുട്ബോൾ കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മള് പോർച്ചുഗൽ എന്ന് പറഞ്ഞൊരു ടീമിനെ എടുക്കുകയാണെങ്കിൽ പോർച്ചുഗൽ ടീമിന്റെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ആരാധകരുടെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരാളിലേക്കായിരിക്കും. അതേപോലെ നമ്മള് കോപ്പ അമേരിക്ക ഫുട്ബോൾ നോക്കിയാല് നമ്മുടെ മെസ്സി എവിടെ, അർജന്റീന ടീമാണ്. അപ്പൊ അർജന്റീന ടീം എന്ന് പറയുന്നത് എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന, എല്ലാവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അങ്ങോട്ടായിരിക്കും. അത് പോകുന്നത് മെസ്സിയിലേക്കായിരിക്കും. അതുപോലെ ഫ്രാൻസ് ഇറങ്ങുമ്പോഴാണെങ്കിൽ കിലിയൻ എംബാപ്പയുടെ മേത്തായിരിക്കും. പക്ഷെ നമ്മൾ സ്പെയിൻ എന്ന് പറഞ്ഞ ടീം ഇറങ്ങാൻ നേരത്ത് നമ്മളത് നോക്കുന്നത് അവിടെ എടുത്തു പറയാനായിട്ട് കളിക്കാറില്ല. അതുകൊണ്ട് അവിടെ എന്താണ്, എല്ലാവരും ഒരേപോലെ വികേന്ദ്രീകൃതമാണ് അവിടെ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ അധികാരം എന്ന് പറയുന്നത് വികേന്ദ്രീകരിക്കുന്നു. അതായത് മുകളിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ഇങ്ങനെ എല്ലായിടത്തേക്കും വ്യാപിച്ചു വരുന്ന പ്രക്രിയക്കാണ് നമ്മൾ വികേന്ദ്രീകൃതം അല്ലെങ്കിൽ വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ജനാധിപത്യപരമായിട്ട് അധികാരം എന്ന് പറയുന്നത് വികേന്ദ്രീകരിക്കപ്പെട്ടു വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഡെമോക്രസി എന്ന് നമ്മൾ അറിയണം അല്ലെ. നമ്മൾ ഇതൊക്കെ മുമ്പ് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ ഒരു വീഡിയോയിലും മറ്റും നമ്മളെല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ് അറിയാവോ? ഡെമോക്രസി പോട്ടെ, നമ്മൾ നോക്കിയാല് തിയോക്രസി എന്ന് പറഞ്ഞൊരു ജീവിതത്തിൽ എന്ത് തിയോക്രസി കേട്ടിട്ടുണ്ടോ? ദൈവശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത് അത് തന്നെ. വളരെ ശരിയാണ് ശബരീശൻ സാർ. അത് ദൈവശാസ്ത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ നോക്കിയാൽ റോമിലെ മാർപ്പാപ്പയെ പോലെ അല്ലെ, ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അൽ ഖമേനിയെ പോലെ, പിന്നെ നമ്മുടെ ദലൈലാമ, തിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായിട്ടുള്ള ദലൈലാമയെ പോലെയൊക്കെ നമ്മൾ നോക്കിയാൽ ഇവരെല്ലാം എന്താണ്, ആ മതശാസ്ത്രം അനുസരിച്ച് ആ മതവിശ്വാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജീവിതക്രമവും ഭരണക്രമവും ഒക്കെ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുകയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ലോക നേതാക്കന്മാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭരണക്രമത്തിനാണ് നമ്മൾ തിയോക്രസി എന്ന് പേരിലുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ നോക്കിയെന്നുണ്ട് ബ്യൂറോക്രസി എന്ന് പറയുന്ന കൃഷി ഉണ്ടല്ലേ. എന്താണ് ബ്യൂറോക്രസി? നമുക്കറിയില്ല എന്താണ് ബ്യൂറോക്രസി. ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ നമ്മൾ നോക്കിയാല് ഭരണാധികാരികൾ എന്ന് പറയുന്നത് ജനപ്രതിനിധികളാണെങ്കിലും ഈ ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർക്ക് നിശ്ചിത പരിധിയുണ്ട്, 5 വർഷം. അത് കഴിയുമ്പോൾ അവർ മാറും, മറ്റൊരാൾക്കാർ വരും. പക്ഷെ ഈ മാറ്റമില്ലാതെ തുടരുന്നത് ഒന്ന് മാത്രമില്ല, ഈ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അവരവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ ആ കാലങ്ങളായിട്ട് ആ ഭരണചക്രം തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആരാണ്? നല്ല തഴക്കവും പഴക്കവും ആ വകുപ്പുകളെ കുറിച്ച് നല്ല ജ്ഞാനവുമുള്ള ഈ ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു വകുപ്പിലെ കാര്യങ്ങൾ ആര് തീരുമാനിക്കുന്നു എന്ന് ചോദിച്ചാൽ മന്ത്രിമാര് തീരുമാനിക്കുന്നത് വെറുമൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. കാര്യങ്ങൾ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആരാണ്? ഈ എക്സിക്യൂട്ടീവ്സ് ആണ്. പ്രത്യേകിച്ച് സെക്രട്ടറി തലത്തിലുള്ള ആ ഉദ്യോഗസ്ഥന്മാര്, IAS IPS മുതലായ ആൾക്കാരൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ. അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. മന്ത്രിമാരും ജനപ്രതിനിധികളും എന്നൊക്കെ പറയുന്ന ഭാഗികമായിട്ട് മാത്രമേ അവർക്കൂടെ റോള് വരുന്നുള്ളൂ കേട്ടോ. അതും അത്രയേറെ ആ വിഷയത്തെ സംബന്ധിച്ച് ആ മേഖലയെ സംബന്ധിച്ച് നല്ല അറിവുള്ള ജനപ്രതിനിധി ആണെങ്കിൽ മാത്രം അതും നടക്കും, ഇല്ലെങ്കിൽ അതും നടക്കില്ല കേട്ടോ. ഇനി അതാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ് സർവൻസ്. ഗവൺമെന്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ് സർവൻസ്. ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ് സർവൻസ്. അതിനെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് വിശേഷിപ്പിക്കുന്നത്. തിയോക്രസി എന്ന് വെച്ചാൽ എന്തായിരിക്കാം? ഗവൺമെന്റ് ഈസ് ഫോംഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ റിലീജിയസ് ഹെഡ്സ്, അല്ലെങ്കിൽ മതമേധാവിമാർ. ഏത്? അക്കോർഡിംഗ് ടു ദ റിലീജിയസ് ലോ ആണ്. അപ്പം മതനിയമം അനുസരിച്ചുകൊണ്ട് മതമേധാവിമാര് നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനമാണെങ്കിൽ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നവരാണ് തിയോക്രസി എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കാൻ പറ്റുക? മൊണാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട്. എന്താണ് മൊണാർക്കി? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ.
മൊണാർക്ക്. അതായത് ഒരു അതെ മൊണാർക്ക് അതായത് ഒരു രാജാവോ രാജ കുടുംബത്തിൽപ്പെട്ട ഉന്നതനായ ഒരു വ്യക്തിയോ അധികാര കേന്ദ്രമായിട്ട് വരുന്ന ഒരു സംവിധാനം. എ ഗവൺമെന്റ് ഈസ് ഫോംഡ്, അതല്ലെങ്കിൽ എ ഗവൺമെന്റ് ഈസ് കൺട്രോൾഡ്, ഇനി അതുമല്ലെങ്കിൽ എ ഗവൺമെന്റ് ഈസ് ഓർഗനൈസ്ഡ് ബൈ എ റോയൽ ഫാമിലി മെമ്പർ, എ കിങ് ഓർ എ റോയൽ ഫാമിലി മെമ്പർ. ഒരു രാജാവോ രാജകുടുംബത്തിലെ അംഗങ്ങളോ ഒരു ഗവൺമെന്റിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുകയോ നയിക്കുകയോ വരുതിയിൽ കൊണ്ടു നടക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സമ്പ്രദായത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊണാർക്കി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്, അഥവാ മൊണാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ്, അല്ലെ? അതാണ് മൊണാർക്കി എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ വീണ്ടും നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഓട്ടോക്രസി എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്, അല്ലെ? ഓട്ടോക്രസി എന്താണ്? ഓട്ടോക്രസി എന്താണ്? അതെ അതെ, ഏകാധിപത്യം എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് ഇപ്പൊ നമ്മൾ നോക്കിയാല് ഒരു രാജ്യം, അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന, അവിടത്തേക്ക് തീരുമാനങ്ങളിൽ ഒരാളുടെ വാക്കായിരിക്കും അന്തിമ വാക്കെന്ന് പറയുന്നത്. നമ്മുടെ ഈ പഴയ കാലത്തേക്ക് തറവാടുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, കാരണവർ എന്ന് പറഞ്ഞ ഒരാൾ കാണും. ഈ കാരണവരുടെ വാക്കായിരിക്കും ഏറ്റവും അന്തിമമായിട്ടുള്ള വാക്ക്. കാരണവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം പിന്നെ ആരും പൊങ്ങില്ല. തിരുവായ്ക്ക് എതിർവായില്ലെന്ന് പറയുന്ന പോലെ അതായിരിക്കും കാര്യം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. നമ്മൾ നോക്കിയാല് ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്കൊക്കെ മുൻപ് അത്തരത്തിലുള്ള ഭരണ സംവിധാനത്തിനെതിരായിട്ട് ലോകവ്യാപകമായിട്ട് ഒരു പ്രതിഷേധവും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടായത് നമ്മൾ ഓർക്കുന്നില്ലേ? മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് ടുണീഷ്യയിലൊക്കെ നടന്നിട്ടുള്ളത്, അല്ലെ? മുവമ്മർ ഗദ്ദാഫി എന്ന് പറഞ്ഞ ആ ആളിനെയൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? മുവമ്മർ ഗദ്ദാഫി, അതേപോലെ അതായത് ജനക്കൂട്ടം തല്ലിക്കൊന്നു അദ്ദേഹത്തെ. അതേപോലെ ഈജിപ്തില് ഈജിപ്തിലൂടെ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, കിട്ടുന്നുണ്ടോ പേര്? ഇവിടെ ഒരു മറുകൊണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. ഒരു നല്ലൊരു ആളായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്നു, അല്ലെ? അതേപോലെ ഉഗാണ്ട ഭരിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ഇദി അമീൻ എന്ന് പറയുന്ന ആള്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ദക്ഷിണാഫ്രിക്ക ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരായിരുന്നു റോബർട്ട് മുഗാബെ. റോബർട്ട് മുഗാബെ അല്ല, ദക്ഷിണാഫ്രിക്ക അല്ല, സിംബാബെ ഭരിച്ചുകൊണ്ടിരുന്ന റോബർട്ട് മുഗാബെ. പിന്നെ നമ്മൾ നോക്കിയാല് മ്യാൻമാർ ഭരിച്ചുകൊണ്ടിരുന്ന തീൻ സെൻ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാര്, നമ്മുടെ കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന, അറിയാലോ, ഉത്തര കൊറിയയിലെ ഏകാധിപതി. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഓട്ടോക്രസി എന്ന് പറയുന്നത്. കാര്യം അവിടെ കൗൺസിലുകളില്ല, അവര് തീരുമാനിക്കുന്നു, അവരുടെ തീരുമാനമാണ് ആ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിക്കേണ്ടത്. തീരുമാനങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭരണം മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനത നിലനിൽക്കുന്ന ആ സംവിധാനത്തിനെയാണ് നമ്മൾ ഓട്ടോക്രസി എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, കേട്ടോ. ഓട്ടോക്രസി, അല്ലെ? അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കാം. വേറെ കേട്ടിട്ടുണ്ടോ നിങ്ങള് ഈ പ്രഭുക്കന്മാർ ഭരിക്കുന്ന സംവിധാനമാണല്ലോ, അതിനെന്താ പറയുന്നത്? ഒളിഗാർക്കിയാണോ? അരിസ്റ്റോക്രസി. അരിസ്റ്റോക്രസി എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നു, അല്ലെ? അരിസ്റ്റോക്രാറ്റ് എന്ന് വെച്ചാൽ ഉന്നത കുലജാതന്മാരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ? അരിസ്റ്റോക്രാറ്റ് എന്ന് വെച്ചാൽ ഉന്നത കുലജാതന്മാരായിട്ടുള്ള ആളുകളാണ്. ആ ഉന്നത കുലജാതന്മാരായിട്ടുള്ള ആളുകള് ഇപ്പൊ നമ്മൾ നോക്കിയാല് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നോക്കിയാല് പഴയ കാലത്തൊക്കെയുള്ള ഗ്രീസ് അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ, അവിടത്തേക്ക് ഭരണം നിയന്ത്രിക്കുന്നത് ആരാണ്? ഉന്നത കുലജാതന്മാരാണ്. ഇതിനാണ് നമ്മൾ ഗ്രീസിലേക്ക് പോകുന്നത്. നമ്മൾ തിരുവിതാംകൂറിലോട്ടൊന്നും വന്നേ. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ ആൾ അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ഭരണം നിയന്ത്രിച്ചിരുന്നത് 8 വീട്ടിലെ പിള്ളമാരാണ്, ഒരു കുലീനന്മാരായിട്ടുള്ള ആൾക്കാരല്ല, ഉന്നത കുലജാതന്മാരല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അതും നമുക്ക് ഏതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും? നമ്മുടെ ഈ അരിസ്റ്റോക്രസി എന്ന് പറയുന്ന സംവിധാനത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംവിധാനം കൂടി അതുകൂടി ഇന്ന് കേട്ടുകൊണ്ട്, കേട്ടോ. ഭൂതത്താട്ട് എന്ന് പറയും, അല്ലെ? നമ്മുടെ പൂപ്പടി ടാറ്റ് എന്ന് നമ്മൾ പറയും, അല്ലെ? പൂപ്പടി ടാറ്റ്, ഭൂതത്താട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂതത്ത അല്ലെങ്കിൽ പൂപ്പടി ടാറ്റ് എന്ന് നമ്മൾ മലയാളീകരിച്ച് പറയുന്ന ഈ സംവിധാനം അതെന്താണ് അറിയാവൂ? പൂപ്പടി ടാറ്റ് അത് തന്നെ. അതായത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിലൊക്കെ നടന്നൊരു സംവിധാനം ഉണ്ടല്ലോ, പട്ടാളത്തിന്റെ ഒരു പ്രശ്നമൊക്കെ അവിടെ നടന്നു. അതേപോലെ പാകിസ്ഥാനിൽ നടന്ന സംവിധാനം. പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ട്? നമുക്ക് മ്യാൻമാറിൽ ഉണ്ടായിരുന്നു, അല്ലെ? പല രാജ്യങ്ങളിലല്ലേ? തുർക്കിയിൽ തയ്യിബ് എർദോഗാൻ എന്ന് പറഞ്ഞ ഭരണാധികാരിക്കെതിരായിട്ട് പട്ടാള അട്ടിമറി നടന്നു. പക്ഷെ അതൊക്കെ ക്യാൻസൽ ആക്കി. നമ്മുടെ പർവേസ് മുഷാറഫും കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർക്ക് പട്ടാള മേധാവിമാരായിട്ട് ഇരുന്ന ആൾക്കാരാണ്. ജനറൽ ടീൻസൺ മ്യാൻമാറിലെ പട്ടാള മേധാവിയായിട്ട് ഇരുന്ന ആളാണ്.
പിന്നെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന ആൾക്കാർ, അതായത് യഹിയ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പാകിസ്ഥാനിലെ പഴയ കാലത്ത്. യഹിയ ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ആ യഹിയ ഖാൻ, ഇവരൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ടാക്ക് എന്ന് പറഞ്ഞ പട്ടാള അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത ആൾക്കാരാണ്. അതായത് മിലിറ്ററി ഹൈജാക്കിംഗ് ദ പവർ ഫ്രം എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്നും പട്ടാളം അധികാരം പിടിച്ചെടുക്കുന്ന പ്രക്രിയ ഹൈജാക്കിംഗ് ദ പവർ ഫ്രം എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. അതിനെയാണ് നമ്മൾ സ്പൂക്കി ടാക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പാകിസ്ഥാൻ പറയാൻ പറ്റും. അതേപോലെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഏത് രാജ്യങ്ങൾ പറയാൻ പറ്റും? പട്ടാളം പിടിച്ചെടുത്തിട്ടുള്ള, അധികാരം പിടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് കേട്ടോ. ആ രാജ്യങ്ങളുടെയൊക്കെ പേര് നമുക്ക് ബർമ്മ, മ്യാൻമാർ അല്ലെങ്കിൽ ബർമ്മ, ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി വേറെ ഒരു സിസ്റ്റം നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും ഗൈനാർക്കി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഗൈനാർക്കി എന്താണ് ഗൈനാർക്കി? വനിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ല. ഗൈനാർക്കി എന്ന് വെച്ചാൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുകയും ആ ഗവൺമെന്റിൽ സുപ്രധാനമായിട്ടുള്ള പദവികളെല്ലാം കൈവശം വയ്ക്കുകയും ചെയ്യുന്നത് ആരാണെങ്കിൽ? വനിതകളാണെങ്കിൽ അല്ലെ. ആ വനിതകളാണെങ്കിൽ, വനിതാ പ്രാതിനിധ്യം കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ഭരണ സംവിധാനത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഗൈനാർക്കി എന്ന് പേരിട്ട് വിളിക്കുന്നത്. എ ഗവൺമെന്റ് ഈസ് ഫോംഡ് ബൈ എ വുമൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വിമൺ. ഒരു വനിതയോ ഒന്നിലധികം വനിതകളോ ചേർന്ന് ഒരു സർക്കാരിനെ രൂപീകരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഭരണ സംവിധാനത്തിനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഗൈനാർക്കി എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആ ഗൈനാർക്കിക്ക് നമുക്ക് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ലോകത്തിലെ പ്രമുഖരായിട്ടുള്ള ശക്തിയുള്ള വനിതാ ഭരണാധികാരികളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം എന്തെന്ന് പറയാൻ പറ്റും? ഇത്തരത്തിലുള്ള ഗൈനാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഇന്ദിരാഗാന്ധി അല്ലെ, മാർഗരറ്റ് താച്ചർ, സിരിമാവോ ബന്ധാര നായിക അല്ലെ, ഗോൾഡ മേയർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ നല്ല കരുത്തുള്ള വനിതകളാണ്. ഇത്തരത്തിലുള്ള വനിതകളൊക്കെയാണ് നമ്മൾ ഗൈനാർക്കിയൽ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇത് നമ്മൾ നോക്കിയ മറ്റൊരു സംവിധാനമുണ്ട്. എന്താണെന്നറിയാവോ? അനാർക്കി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അനാർക്കി എന്താണ്? അനാർക്കി എന്നറിയാവോ? എന്താണ് അനാർക്കി? അരാജകത്വം. അപ്പൊ എങ്ങനെയാണ് അരാജകത്വം ഇല്ലാതെ? രാജാവില്ലാത്ത അവസ്ഥ, രാജത്വമില്ലാത്ത അവസ്ഥ, അതാണ് അരാജകത്വം. അതായത് ആബ്സെൻസ് ഓഫ് എ സ്ട്രോങ് റൂളർ ഓർ എ ഗവൺമെന്റ് ക്രിയേറ്റ്സ് അനാർക്കി എന്നാണ് പറയുന്നത് അല്ലെ. ശക്തിമത്തായ ഒരു ഭരണാധികാരിയുടെയോ ഭരണകൂടത്തിന്റെയോ അസാന്നിധ്യമാണ് അരാജകത്വത്തെ സൃഷ്ടിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത് അനാർക്കി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ചെറിയ ഒരു ധാരണയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്താണ് ഡെമോക്രസി എന്ന് പറഞ്ഞു പോകാനായിട്ട് സാധിക്കുള്ളൂ. ഡെമോക്രസി എന്താണ്? ജനാധിപത്യമാണ്. അപ്പൊ ഡെമോക്രസിക്ക് ഒരു നിർവചനം ഒക്കെ ഉണ്ടല്ലോ. എന്താണ് ഡെമോക്രസിയുടെ നിർവചനം അറിയാമോ? ഡെമോക്രസിയുടെ നിർവചനം ഞാൻ പറഞ്ഞതല്ല. അതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഡെമോക്രസി എന്ന് പറഞ്ഞത്. ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ് അല്ലെ. എബ്രഹാം ലിങ്കൺ നമുക്കറിയാം അല്ലെ. ദ ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന എബ്രഹാം ലിങ്കണെ കുറിച്ച് നമുക്കറിയാം അല്ലെ. പാടിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കണെ കുറിച്ച് നമുക്കറിയാം അല്ലെ. അടിമത്വ നിരോധന നിയമം കൊണ്ടുവന്ന് കറുത്തവർഗക്കാരുടെ മാലാഖയായി മാറ്റപ്പെട്ട എബ്രഹാം ലിങ്കൺ നമുക്കറിയാം. അതിനെ തുടർന്ന് അമേരിക്കയിലുണ്ടായ കറുത്തവരും വെളുത്തവരും എന്ന വിവേചനത്തെ തുടർന്ന് അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത തീരുമാനത്തെ എതിർത്ത ഒരു വിഭാഗം ആളുകൾ അമേരിക്കയിൽ നിന്ന് വേർപെട്ടു പോകുവാൻ നോക്കിയപ്പോൾ ആ വേർപെട്ടു പോകാൻ നോക്കിയ 13 സംസ്ഥാനങ്ങളെ വേർപെട്ടു പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടി യുദ്ധത്തിന് തുനിഞ്ഞിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കണെ നമുക്കറിയാം. അതാണ് അമേരിക്കൻ സിവിൽ വാർ എന്ന പേരിൽ 1864 ഉണ്ടായ സംഭവം നമുക്കറിയാം. അവൾ സിവിൽ വാറിനെ അതിജീവിച്ച അല്ലെ, അടിമകൾക്ക് വിമോചനം നൽകിയ, സ്ലേവറി അബോളിഷൻ ആക്ട് പാസ്സാക്കിയ എബ്രഹാം ലിങ്കൺ നമുക്കറിയാം. ആ എബ്രഹാം ലിങ്കൺ നമുക്കൊക്കെ മോട്ടിവേഷൻ നൽകുന്ന ഒരു ഘടകമാണ്. കാര്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തൊട്ട് മേൽപോട്ടുള്ള സകലമാന തിരഞ്ഞെടുപ്പിലും ആൾ മത്സരിച്ചു. ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ മാത്രമേ അദ്ദേഹം വിജയിച്ചിട്ടുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പാണെന്നാണ് പറയപ്പെടുന്നത്. അത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മത്സരിച്ച് അവിടെയും തോറ്റുപോയി. അവസാനം തോറ്റു മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തൊരവസ്ഥ പോലും ജനങ്ങൾ തീരുമാനിച്ചു. പാവപ്പെട്ടവനല്ലേ, ഇതിനെങ്കിലും ജയിപ്പിച്ചു വിട്ടേക്കാന്ന് തോന്നി ജയിപ്പിച്ചതായിരിക്കാം. അദ്ദേഹമാരായി പ്രസിഡന്റ് ആയിട്ടിരുന്നത് നല്ല അലങ്കാരമായിട്ട് തന്നെയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ആരെങ്കിലും കയറി ഇരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയ്ക്ക് അലങ്കാരമായിട്ട് ഇരിക്കാം, ഭാരമായിട്ട് ഇരിക്കാം അല്ലെ. കസേരയ്ക്ക് ഒരു ഭാരമായിട്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരുപാട് പേരെ കാണാറുണ്ട്. പക്ഷെ കസേരയ്ക്ക് ഒരു അലങ്കാരമായിട്ടിരിക്കുന്ന ആൾക്കാർ എന്താണ്? വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ നമ്മുടെയൊക്കെ കൺമുന്നിൽ വരാറുള്ളൂ. അപ്പോൾ ഇദ്ദേഹം അത്തരത്തിൽ അലങ്കാരമായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്.
അങ്ങനെ അലങ്കാരമായിട്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ചിന്നിച്ചെതറി പോകാതെ അമേരിക്കയെ കാത്തത്. ഒരു യുദ്ധം വേണ്ടി വന്നു. അതാണ് അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്നത്. അബോളിഷൻ എന്ന് പറയുന്നത് എന്താണ്? അബോളിഷ് ചെയ്തു. സ്ലേവറി എന്ന് പറയുന്ന അടിമത്തം എന്ന് പറയുന്ന സംവിധാനം അദ്ദേഹം അബോളിഷ് ചെയ്തു. അമേരിക്കയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണ്? ആശ്വാസമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഇക്കാലത്തെയും ചരിത്രത്തെ എക്കാലത്തെയും മികച്ച പ്രസിഡന്റന്മാരുടെ ശ്രേണിയിൽ അദ്ദേഹത്തെ പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖം എന്ത് ചെയ്തിട്ടുണ്ട്? അവരൊരു മലനിരകളിൽ ഇങ്ങനെ കൊത്തിവെച്ചു. വലിയ മലയാണ്. ഇംഗ്ലീഷ് സിനിമകളൊക്കെ ചിത്രീകരിക്കുന്ന ആ സ്ഥലം അവിടെ ആയതുകൊണ്ട് ആ മലനിരകൾക്കും സിനിമകൾക്കും എല്ലാം ആ ഒരു പേരാ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് സിനിമകൾക്ക് എന്ത് പേരാണ് അറിയാവോ? ഹോളിവുഡ് മലനിരകളുണ്ട്. ഹോളിവുഡ് മലനിരകൾ. ഹോളിവുഡിലെ റഷ്മോർ മൗണ്ടൻ എന്ന് പറഞ്ഞൊരു മൗണ്ടനാണ് റഷ്മോർ. ആ റഷ്മോർ മൗണ്ടന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്തെന്നറിയാവോ? നമ്മൾ കണ്ടിട്ടില്ല, ഈജിപ്തിലെ സ്ഫിങ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് സിംഹത്തിന്റെ പോലത്തെ ഒരു ശരീരവും മനുഷ്യന്റെ തലയും വരയും, അല്ല സിംഹത്തിന്റെ പോലെ തലയും മനുഷ്യന്റെ ഉടൽ വരയും. ഇതേപോലെ ഒരു പാറയാണ്. ആ പാറയുടെ ഷേപ്പ് എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ പാറയുടെ മുകളിൽ എന്താ കാണണം? കുറെ തല ഇങ്ങനെ കാണും. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ HBO അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിയാൻ നേരം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ തലകൾ. അതിൽ താലകൊത്തി വെച്ചിരിക്കുന്ന കുറച്ച് പ്രസിഡന്റുമാരുണ്ട്. ആരെല്ലാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരുടെയൊക്കെ തലയുണ്ടെന്ന് അറിയാൻ പറ്റുമോ? ആരുടെയൊക്കെ ഉണ്ട്? അവരുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആരാണ്? ജോർജ് വാഷിംഗ്ടൺ ഉണ്ട്. ജോർജ് വാഷിംഗ്ടൺ അല്ല, ജോർജ് വാഷിംഗ്ടൺ ആണ് ഒന്നാമത്തെ തല അവിടെ ഉള്ളത്. ജോർജ് വാഷിംഗ്ടൺ ഉണ്ട് അല്ലെ? രണ്ടാമത്തെ തല ആരുടെ അറിയാവോ? ജോർജ് വാഷിംഗ്ടണിന്റെ കൂട്ടത്തിൽ യുദ്ധം ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, അമേരിക്കയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ഉണ്ടായിട്ടിരുന്ന ഒരു വ്യക്തി. അല്ല, മാഡിസൺ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. മാഡിസൺ എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത ഒരാളാണ്. പക്ഷെ മാഡിസന്റെ കൂട്ടത്തിൽ എഴുതി തയ്യാറാക്കാനുണ്ടായിരുന്ന ഒരാള്, അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റ് ആയിട്ട് വന്ന ഒരാള്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്നത്. യെസ്, തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്ന ആള്, അദ്ദേഹമാണ് രണ്ടാമത്തെ തലയുമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഈ മൂന്നാമത്തെ തലയാണ് നമ്മുടെ എബ്രഹാം ചേട്ടൻ അല്ലെ? എബ്രഹാം ലിങ്കൺ. ഈ എബ്രഹാം ലിങ്കൺ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നവോത്ഥാന നായകൻ നമ്മുടെ കേരളത്തിലില്ലേ? ആരാ അത്? പണ്ഡിറ്റ് KP കറുപ്പൻ. യെസ്, പണ്ഡിറ്റ് KP കറുപ്പൻ. ഇതാരാ ആൻസർ പറഞ്ഞത്? ആളുടെ പേരൊന്ന് പറയാമോ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, തിരുവനന്തപുരം അല്ലെ? ഓക്കെ. അപ്പൊ പണ്ഡിറ്റ് KP കറുപ്പനെ നമ്മൾ എബ്രഹാം ലിങ്കൺ എന്ന് വിളിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹം ഈ അവശരുടെയും ആലംബഹീനരുടെയും എല്ലാം ഉന്നമനത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അങ്ങനെ ചെയ്തത്. കാര്യം കേരളത്തിലുണ്ടായിരുന്ന അധസ്ഥിത വിഭാഗത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് സമ്മേളനങ്ങളും കായൽ സമ്മേളനം നടത്തിയിട്ടുണ്ട്. പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ധീവര സമുദായത്തിൽപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാണ് കൊച്ചിൻ അല്ലെ, പുലയ മഹാസഭ എന്ന പേരിൽ സംഘടനയൊക്കെ രൂപീകരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അല്ലെ? അതാണ് എബ്രഹാം ലിങ്കൺ. ഇത് നാലാമതൊരാളുണ്ട്. നാലാമത്തെ ആളെന്ന് വെച്ചാൽ ആദ്യമായിട്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സ്വീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണത്? കേട്ടില്ല. വുഡ്രോ വിൽസൺ അല്ല. റൂസ്വെൽറ്റ്. അല്ല, FD റൂസ്വെൽറ്റ് ആണോ അതോ തിയോഡർ റൂസ്വെൽറ്റ് ആണോ? അതുകൂടി പറ. ചക്രകസേരയിൽ ഇരുന്ന് രണ്ടാം ലോകം. യെസ്, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ആളല്ല. FD റൂസ്വെൽറ്റ് ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു 12-16 തലമുറയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അത്രയും തലമുറകൾ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഒരു മെറ്റേണൽ അങ്കിള് നമ്മുടെ തിരുവിതാംകൂറിന്റെ സംരക്ഷകനായിട്ട് നെടുങ്കോട്ട കെട്ടിയ ആളാണ്. ആരാന്നറിയാവോ? അത് ഡച്ചുകാരനാണ്. പക്ഷെ ആള് ആരായിരിക്കാം? നെടുങ്കോട്ട കെട്ടിയ അത് തന്നെ, വലിയ കപ്പിത്താൻ. ഡച്ചുകാരുടെ വലിയ കപ്പിത്താനായിട്ട് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് ഈ FD റൂസ്വെൽറ്റിന്റെ ഒരു മെറ്റേണൽ അങ്കിളാണ്. FD റൂസ്വെൽറ്റ് അമേരിക്കയിലേക്ക് കുടിയേറിപ്പോയി പിന്നീട്, അദ്ദേഹത്തിന്റെ കുടുംബം. അപ്പൊ നമ്മൾ നോക്കിയാല് ഇവിടെ ഉള്ളത് FD റൂസ്വെൽറ്റ് അല്ല. FD റൂസ്വെൽറ്റ് ഏറ്റവും കൂടുതൽ കാലം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലിരുന്ന വ്യക്തിയാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ ആ കസേരയിൽ ഇരിക്കാനായിട്ട് 2 ടൈം മാത്രമേ കൊടുക്കുള്ളൂ. 2 ടൈം. അതായത് 4 വർഷം വീതമുള്ള കാലാവധി. അങ്ങനെ നോക്കി 8 വർഷം ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇദ്ദേഹം എത്ര വർഷം ഇരുന്നു? ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ഇദ്ദേഹമാണ്. ഭരിച്ച വർഷം എത്രയാന്ന് ചോദിച്ചാൽ 8 വർഷത്തിന് മുകളിൽ ഇരുന്നു. 10-ന് മുകളിൽ ഇരുന്നെന്നാ തോന്നുന്നത് അല്ലെ? അതായത് 4 ടൈം ഇദ്ദേഹത്തിന് കിട്ടി. 12 വർഷം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് ഭരിക്കാനായിട്ട് അവസരം കിട്ടിയെന്ന് പറയുന്നത്. അതായത് അദ്ദേഹം രണ്ടാമത്തെ ടൈം പൂർത്തിയാക്കുന്ന സമയത്ത് ദാരുണമായൊരു സംഭവം ഉണ്ടായി. അതെന്തെന്ന് വെച്ചാല് 2ാം ലോക മഹായുദ്ധമാണ്. ലോകം ഭാരിച്ച സാമ്പത്തിക വറുതിയിലേക്ക് വീഴുമ്പോൾ
ഒരു തെരഞ്ഞെടുപ്പ് നടത്തി വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവുക, പുതിയ ഭരണം വന്നു കഴിഞ്ഞാൽ ഈ ലോക നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിഞ്ഞ ഇവരെ, അതായത് ആര്, അമേരിക്കൻ ജനത എന്ത് ചെയ്തു? ഈ എഫ് ടി റൂസ്വെൽറ്റിനോട് പറഞ്ഞു നിങ്ങൾ മൂന്നാമതൊരു ടൈം കൂടി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ടൈമിൽ ഇദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് ഈ അമേരിക്കയും ജപ്പാനും തമ്മിൽ ചെറിയ വിഷയം ഉണ്ടാവുന്നത്. അവർ തമ്മിലുണ്ടായ വിഷയം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? എന്താണ്? ഈ ജപ്പാൻ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഭയങ്കര ശക്തിമത്തായിട്ട് നിന്നുകൊണ്ട് എല്ലാവരും വർപ്പിച്ചിട്ടിരിക്കുകയാണ്. ആ കടലിലൂടെ പോകുന്ന വിദേശ കപ്പലുകളെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജപ്പാൻ വിരട്ടുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കയുടെ ഒരു കപ്പൽ പോകുന്നുണ്ട്. അമേരിക്കയുടെ കപ്പൽ പോയപ്പോൾ അമേരിക്കയുടെ കപ്പലിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് ബ്രിട്ടീഷുകാരുടെ കുറെ സൈനികരുണ്ടായിരുന്നു. ഈ സൈനികരുമായിട്ട് പോയ കപ്പലിനെ എന്ത് ചെയ്തു? ഈ ജപ്പാൻ കയറി തടഞ്ഞു. അപ്പൊ അമേരിക്ക യുദ്ധത്തിൽ ഇല്ലാത്തൊരു കക്ഷിയാണ്. പക്ഷെ അമേരിക്കയുടെ ട്രാൻസ്പോർട്ടേഷനെ ഈ പറയുന്ന ജപ്പാൻ തടസ്സപ്പെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് ജപ്പാനെ അമേരിക്ക ഒന്ന് വിരട്ടി. ആ വിരട്ടല് ജനറൽ ടോജോ എന്ന് പറയുന്ന ജപ്പാന്റെ പ്രധാനമന്ത്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആളെന്ത് ചെയ്തു? ശരി, നിന്റെ വിരട്ടല് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് വെറുതെ വിട്ടു. ഈ സമയത്ത് തന്നെയാണ് ഈ ജപ്പാൻ അറിയുന്നത് ഈ അമേരിക്ക ആയുധങ്ങളെല്ലാം കാശ് വാങ്ങിയും കാശ് വാങ്ങാതെയും ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടിരിക്കണം, ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തിട്ടിരിക്കണം. അപ്പൊ ജപ്പാന് കലിപ്പായി. ജപ്പാൻ എന്ത് ചെയ്തു? നേരെ അവരുടെ 150ഓളം വരുന്ന യുദ്ധവിമാനങ്ങളുമായിട്ട് പസഫിക് സമുദ്രത്തിലെ ഹവായ് ദ്വീപുകളുണ്ട്. അമേരിക്കയുടെ 50ാമത്തെ സംസ്ഥാനമാണ്, ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഹവായ് ദ്വീപുകൾ. നമുക്ക് ഇന്ത്യയിൽ എൽനിനോ പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ മഴ കുറയും. ലോകത്തിൽ ഏറ്റവും മഴ കൂടുതൽ ലഭിക്കുന്ന നമ്മുടെ മൗസൻ റാം, അതേപോലെ തന്നെ ചിറാപുഞ്ചി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, കാസിക്കുന്നുകളൊക്കെ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പക്ഷേ ഈ എൽനിനോ പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ ഇവിടെ മഴ കുറയും. അപ്പോൾ ഇവിടെ മഴ കുറയുമ്പോൾ മറ്റെവിടെയെങ്കിലും മഴ കൂടും. അങ്ങനെ മഴ കൂടുന്ന സ്ഥലമാണ് ഈ പറയുന്ന ഹവായ് എന്ന് പറഞ്ഞ ദ്വീപുകൾ. അപ്പൊ ഹവായ് ദ്വീപ് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു സൈനിക താവളമാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ സൈനിക താവളമായിട്ടുള്ള ഹവായ് ദ്വീപിലെ ഒരു തുറമുഖമുണ്ട്. തുറമുഖത്തിന്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്താണ്? പേൾ ഹാർബർ ആണ്. ഈ പേൾ ഹാർബറിലേക്ക് ഒരു ദിവസം രാവിലെ എന്ത് ചെയ്തു? 150ഓളം യുദ്ധവിമാനങ്ങൾ വന്ന് അതിന്റെ മുകളിൽ കൂടി ഒന്ന് പറന്നുപോയി. പറന്നു പോകുന്ന വഴി എന്ത് ചെയ്തു? നമ്മൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ സ്കൂട്ടറെ പോകുന്നത് വേഷെടുത്ത് ഇങ്ങനെ ഒട്ട് എറിയെറിഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ വിമാനത്തിൽ നിന്ന് ബോംബ് അങ്ങോട്ട് താഴെ ഇട്ട് അവരങ്ങോട്ട്. ഇതാണ് പേൾ ഹാർബർ ആക്രമണം എന്ന് പറയുന്നത്. ഈ പേൾ ഹാർബർ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ ഇടപെടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അങ്ങനെ അമേരിക്കയും യുദ്ധത്തിൽ ഇടപെട്ടു. അങ്ങനെ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എഫ് ഡി റൂസ്വെൽറ്റിന്റെ കാലാവധി 3ാമത്തെ തവണയും കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ മാറ്റി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? 4ാമതൊരു ടൈം കൂടി കൊടുത്തു. അങ്ങനെയാണ് 2 ടൈമിന് പകരം 4 ടൈം ഇരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് മറ്റൊരു ദുരന്തമുണ്ടായി. എന്നിട്ട് ചക്ര കസേരയിലായി. ഇപ്പൊ അദ്ദേഹം തളർന്ന് തളർവാദമൊക്കെ പിടിച്ചു ഒരു മനുഷ്യനാണ്. അങ്ങനെ ചക്ര കസേരയിൽ ഇരുന്നുകൊണ്ട് അമേരിക്ക ഭരിച്ചയാളാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് 1944 കഴിഞ്ഞപ്പോൾ, 45നോട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തി ഉണ്ടായിരുന്നു. ആരാണെന്ന് അറിയാമോ? അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന വ്യക്തി. അദ്ദേഹത്തിന് 2ാം ലോക മഹായുദ്ധത്തിൽ ശക്തമായ ഒരു സ്ഥാനമുണ്ട്. 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച തീരുമാനമെടുത്ത, ഏറ്റവും കടുത്ത തീരുമാനമെടുത്ത, ഏറ്റവും നിഷ്ഠൂരമായ തീരുമാനമെടുത്തത് ഇയാളാണ്. ആരാണ് ആള്? അറിയാമോ? ഐസൻഹോവർ അല്ല. അദ്ദേഹത്തിന്റെ പേര് എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരും അല്ലെ? നമ്മൾ ഈ സത്യശീലൻ എന്നൊക്കെ ചില ആൾക്കാർ വിളിക്കല്ലേ, മലയാളീകരിച്ച്, അല്ലെ സത്യപാലൻ എന്നൊക്കെ വിളിക്കല്ലേ? അതിന് ഇംഗ്ലീഷിലോട്ടാക്കി ഇദ്ദേഹത്തിന്റെ പേര് ട്രൂമാൻ അല്ലെ? ട്രൂമാൻ അല്ലെ? ഹാരി എസ് ട്രൂമാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, ഹാരി എസ് ട്രൂമാൻ. ഈ ഹാരി എസ് ട്രൂമാൻ ആണ് ഈ പറയുന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അന്നുണ്ടായിരുന്ന ആള്. നമ്മുടെ എഫ് ഡി റൂസ്വെൽറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ ട്രൂമാൻ പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതലയിലേക്ക് വരികയാണ്. ട്രൂമാനാണ് സഡനായിട്ട് തീരുമാനമെടുത്തത്. ഏതാണ്? മാൻഹട്ടൻ പ്രൊജക്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അക്കാലത്ത് വികസിപ്പിച്ചെടുത്തുകൊണ്ടിരുന്ന അണവായുധങ്ങൾ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഈ 2ാം ലോക മഹായുദ്ധത്തിലെ അമേരിക്കയുടെയും റഷ്യയുടെയും സംയുക്ത സൈന്യത്തിന്റെ മുന്നിൽ ഹിറ്റ്ലർ അടിയറവ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാമുകിയായ യുവാ ബ്രൗണിനോടൊപ്പം ഒരു ബംഗറിനകത്ത് വെച്ച് ആത്മഹത്യ ചെയ്തു. മുസോളിനി എന്ന് പറയുന്ന ഇറ്റലിയിലെ ഏകാധിപതിയായ ഭരണാധികാരിയെ ഈ സഖ്യ കക്ഷികളുടെ പിന്തുണയോടുകൂടി ആ നാട്ടിലെ ജനങ്ങൾ പൊതുവഴിയിലിട്ട് തല്ലിക്കൊന്നുകളാണ്. അപ്പോ സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ജപ്പാന്റെ കൂടെ ചേർന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 പേര്, ഹിറ്റ്ലറും തീർന്നു, മുസോളിനിയും തീർന്നു. പിന്നെ ഉള്ളത് ജപ്പാനാണ്. ജപ്പാൻ ഒരു പ്രഖ്യാപനം അങ്ങോട്ട് നടത്തി. നമ്മൾ കേട്ടിട്ടില്ലേ, ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പോകുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ നെഞ്ചും പിരിച്ചെന്ന് വെല്ലുവിളിക്കുന്നു കേട്ടിട്ടില്ലേ? അല്ലെ പാല കുലിക്കയിലെ കേളൻ കുലിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അമ്മാതിരി ഒരു വെല്ലുവിളി ജപ്പാൻ നടത്തി. ജപ്പാൻ നടത്തിയ വെല്ലുവിളി ഇതാണ്: ഇനിയൊരു 100 കൊല്ലം കൂടി യുദ്ധം നടത്താനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കുണ്ട് എന്നീ ജനറൽ ടോജോ പ്രഖ്യാപിച്ചു.
അപ്പോൾ ഒന്ന് ഓർക്കുക, 1939 എന്നാണ് വേൾഡ് വാർ ആരംഭിച്ചത്, ഓർക്കുന്നുണ്ടോ? സെപ്റ്റംബർ 1. സെപ്റ്റംബർ 1-നാണ് ലോകമഹായുധം ആരംഭിക്കാനുണ്ടായ സംഭവം ഉണ്ടായത്. പക്ഷേ വേൾഡ് വാർ എന്ന രീതിയിൽ ഇത് മാറ്റപ്പെട്ടത് സെപ്റ്റംബർ 3-ലാണ്. അപ്പൊ 1ഉം 3ഉം നമ്മൾ പഠിക്കണം. 1-ാം തീയതി എന്താ സംഭവിച്ചെന്നറിയാം? 1-ാം തീയതി സംഭവിച്ച കാര്യം എന്താ? 1-ാം തീയതി സംഭവിച്ച കാര്യം പറഞ്ഞോ സാറേ, കുഴപ്പമില്ല. ജർമ്മനി ആക്രമിച്ചു. ആരെ ആക്രമിച്ചു? ആരെയാണ് ജർമ്മനി കയറി ആക്രമിച്ചത്? ജർമ്മനിയെ കൈ കിട്ടണമെങ്കിൽ ഞാൻ തല്ലൂടാന്ന് പറഞ്ഞ് ഇങ്ങനെ തല്ലാൻ വേണ്ടി നടക്കില്ല ജർമ്മനി. ജർമ്മനി ആരെ തല്ലിയത്? ജർമ്മനി ആരെ? പോളണ്ടിനെ തല്ലി. ജർമ്മനിയുടെ തല്ലിനൊരു പ്രത്യേകതയുണ്ട് അല്ലെ? ജർമ്മനി ചെയ്ത പരിപാടി എന്ന് വെച്ചാല്, ജർമ്മൻകാർ എവിടെയുണ്ടോ, ജർമ്മൻകാർ ഇങ്ങനെ പല ഭാഗത്തായിട്ട് ചിതറിത്തിരിച്ച് കിടക്കേ. ഈ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മനിയുടെ ഭൂപ്രദേശങ്ങള് ഈ സഖ്യകക്ഷികൾ പിടിച്ചെടുത്തായിരുന്നു അല്ലെ? ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയെ നമുക്ക് എന്തായിരിക്കാം, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് എന്ന് പറഞ്ഞ ഉടമ്പടിയിലൂടെ ജർമ്മനിയുടെ ഭൂപ്രദേശങ്ങൾ, ആൾസൈസ് ലൊറൈൻ എന്ന് പറയുന്ന ഒരു കൽക്കരി താഴ്വര, അതേപോലെ റൈൻ വാലി എന്ന് പറയുന്ന മറ്റൊരു ഇരുമ്പുരുക്കിന്റെ താഴ്വര, പിന്നെ പ്രതിമാസം അല്ലെ പ്രതിവർഷം ഏതാണ്ട് 50 കോടി യൂറോ, യൂറോ അല്ലല്ലോ, അവിടുത്തെ അന്നത്തെ ജർമ്മനിയുടെ മാർക്ക് എന്ന് പറഞ്ഞൊരു നാണയമായിരുന്നു, ജർമ്മനിയുടെ മാർക്ക്. അപ്പൊ അത്തരത്തിലുള്ള മാർക്ക്, ഇങ്ങനെയുള്ള നാണയങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുള്ള എഗ്രിമെന്റ് ഈ ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാലഘട്ടത്തിലാണ് ജർമ്മനിക്ക് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായത്, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ കരാറെല്ലാം അംഗീകരിച്ച ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടം നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ കേട്ടിട്ടില്ലേ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭരണഘടനയെ പറ്റി? നിങ്ങൾ കേട്ടിട്ടില്ലേ അടിയന്തരാവസ്ഥ? നമ്മൾ കോൺസെപ്റ്റ് എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? കുഴപ്പമില്ല. വെയ്മർ റിപ്പബ്ലിക്. അതെന്താണ് വെയ്മർ റിപ്പബ്ലിക് അറിയാവോ? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വെയ്മർ റിപ്പബ്ലിക് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ കാലഘട്ടത്തിൽ ഭരിച്ച ആളുടെ പേര്, ജർമ്മനി ഭരിച്ച ആളുടെ പേര് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേരാണ് നമ്മൾ ഈ പട്ടിക്കൊക്കെ ഇടുന്നൊരു പേര്. എന്താണ്? കൈസർ അല്ലെ? അങ്ങനെ ഒരു പേര് നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്ത് നായകളൊക്കെ ഇടുന്നൊരു പേര്. കൈസർ വില്യം രണ്ടാമൻ. പണ്ടത്തെ സ്റ്റാൻഡേർഡ് പേരാണ് കൈസർ വില്യം രണ്ടാമൻ. ഈ കൈസർ എന്ന പേര് പട്ടിക്ക് വരാൻ കാര്യം എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? അറിയാവോ? ശബരിശ സാറിന് അറിയാവോ പട്ടിക്ക് വരാൻ കാര്യം? കൈസർ എന്നുള്ള പേര് പട്ടിക്കിടാൻ കാര്യം? ഇല്ല. ഈ കൈസർ എന്ന് വെച്ചാൽ ലോകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയായിരുന്നു. ഈ 1-ാം ലോക മഹായുദ്ധ കാലത്ത് 1918 വരെ ജർമ്മനിയുടെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് കൈസർ വില്യം രണ്ടാമൻ എന്ന് പറയുന്നയാള്. ഈ കൈസർ വില്യം രണ്ടാമനെ എന്ത് ചെയ്തു? ഇവരെ പരാജയപ്പെടുത്തി. ആര്? ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. അതൊരു കാര്യം. പിന്നെ ഈ പറയുന്ന നമ്മുടെ ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാര് ഒരു പദവി കൊടുത്തിട്ടുണ്ട്. 1877-78 കാലഘട്ടത്തിൽ വിക്ടോറിയ രാജ്ഞി അധികാരത്തിലെത്തിയതിന്റെ ഈ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു പദവി കൊണ്ടുവന്നതാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ കൈസർ ഐ ഹിന്ദ് എന്ന് പറയുന്ന പദവി കേട്ടിട്ടില്ലേ? ഈ കൈസർ ഐ ഹിന്ദ് എന്നുള്ള പദവി ഗാന്ധിജിക്ക് 1915 ചാർത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ കാലഘട്ടം എന്ന് മുതലെന്ന് വരെ അറിയാവോ? 1869 ഗാന്ധിജി ജനിച്ച വർഷം. ഓക്കെ. അത് കഴിഞ്ഞ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയ്ക്ക് പോയി. സൗത്ത് ആഫ്രിക്കയ്ക്ക് ഗാന്ധിജി പോയ വർഷം ഏതാണ്? 1889 ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ച് വരുന്ന, അല്ലെങ്കിൽ ലണ്ടനിലേക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് 1888. ആ ഒരു കാലഘട്ടം 92 കാലഘട്ടങ്ങൾ തിരിച്ചു വരുന്നു. പിന്നെ ഏതായിരിക്കാം? 93. യെസ്. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. നമ്മൾ ഈ കൊട്ടയ്ക്കകത്ത് കുറച്ച് പന്ത് എടുത്ത് വെച്ചിരിക്കും. പന്ത്. ആ പന്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ കൊട്ടയ്ക്കകത്തേക്ക് നമ്മൾ 2 പന്ത് അങ്ങോട്ട് എടുത്തിട്ട് 2 പന്ത് അങ്ങോട്ട് വീഴാൻ നേരത്ത് എന്തായാലും കൊട്ടയുടെ അകത്തുനിന്ന് ഒരു പന്ത് പുറത്തേക്ക് പോകും. അതേപോലെ ഈ 1893 എന്ന വർഷം അല്ലെ, 1893 എന്ന വർഷത്തിൽ എന്ത് സംഭവിച്ചു? ഒരു പന്ത് ഈ കൊട്ടക്കകത്ത് വന്ന് വീണു അല്ലെ. അപ്പൊ 2 പന്ത് കൊട്ടക്കകത്ത് താഴത്തേക്ക് പോയി. ഓർക്കാൻ എളുപ്പമല്ലേ? ഈ 1893 ആനി ബെസന്റ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആനി ബെസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യത്തെ വനിത, അയർലൻഡുകാരിയായ വനിത. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ചുമതലയേൽക്കുവാനായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ് 1893. അപ്പൊ ആനി ബെസന്റ് ഇങ്ങോട്ട് വന്ന് ചാടിയപ്പോൾ ആ ചാട്ടത്തിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു? 2 പേര് തെറിച്ചു പോയി. ഒരെണ്ണം പോയത് തെക്കോട്ട്, വേറൊരെണ്ണം പോയത് വടക്കോട്ട്. ആരാണ് തെക്കോട്ട് പോയത്? ചുമ്മാ തമാശ പറയുന്ന കേട്ട.
നമുക്കൊരു ബോറടി, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ക്ലാസ് ഒക്കെ എന്ന് പറയാൻ നേരത്ത് ഓൺലൈനാണ് അല്ലെ, ഉറക്കം തൂങ്ങിയിരുന്ന് നമ്മൾ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് നല്ലൊരു മൂഡുണ്ട്, ഞാനൊന്ന് ഇങ്ങനെ എടുക്കുന്നു. ചിലപ്പോൾ നാളെ എന്റെ മൂഡ് വ്യത്യസ്തമാണെങ്കിൽ ഞാൻ ഉറക്കം തൂങ്ങി ക്ലാസ് എടുത്തെന്നിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ 1893 ഇന്ത്യയിലേക്ക് ആനി ബസന്റ് വന്നപ്പോൾ ആ വരവിന്റെ ആഘാതത്തിൽ രണ്ടുപേർ തിരിച്ചു പോയി. ഒരാൾ തെക്കോട്ട് പോയി. ആര്? ഗാന്ധിജി. അത് ഗാന്ധിജിയെ തെക്കോട്ട് പോയത്. ഗാന്ധിജി പോയത് സൗത്ത് ആഫ്രിക്കയിലേക്ക്. വടക്കോട്ട് പോയത് ആരാണ്? വിവേകാനന്ദൻ. യെസ്, വിവേകാനന്ദൻ അല്ലെ. വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ നോർത്ത് അമേരിക്കയിലെ അല്ലെ, നോർത്ത് അമേരിക്കയിലേക്ക് പോയി. നോർത്ത് അമേരിക്ക, അതാണ് നോർത്ത് അമേരിക്കയിലെ അമേരിക്കൻ USA ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിൽ, റിലീജിയസ് പാർലമെന്റ്, വേൾഡ് റിലീജിയസ് പാർലമെന്റിൽ പങ്കെടുക്കുവാനായിട്ടാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ ആനി ബസന്റ് വന്നപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ്. അതാണ് ഈ 1893. അങ്ങനെ 93 മുതലാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് അല്ലെ. എത്ര വർഷക്കാലം സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 93 മുതലുണ്ട്. ഗാന്ധിജി തിരിച്ചെത്തിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 1915 എന്ന് പറയും. ഇതിനിടക്ക് അദ്ദേഹം പലതവണ തിരിച്ചു വന്നിട്ടുണ്ട്. 1896 ഒന്ന് തിരിച്ചു, 1901 മറ്റൊരു തവണ തിരിച്ചു വന്നു. 96 തിരിച്ചു വന്ന ഭാര്യനെ മക്കളെ സൗത്ത് ആഫ്രിക്കയിൽ കൊണ്ടുപോകാനാണ്. 901 തിരിച്ചു വന്നത് സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. പിന്നീട് തിരിച്ചു വന്ന മൂന്നാമത്തെ വരവാണ് സൗത്ത് ആഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ള വരവെന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം നോക്കിയാല് ആ 93 മുതൽ ഇങ്ങോട്ട് നോക്കി 23 വർഷക്കാലത്തോളം വന്നും പോയി നിന്നു. നമ്മൾ പക്ഷേ 22 വർഷത്തോളം നിന്നേ പറയും. അദ്ദേഹം തിരിച്ചിങ്ങോട്ട് പോകുന്നത് ഇന്ത്യയിലേക്ക് എത്തിയെന്നറിയാലോ. ഇന്ത്യയിലെത്തി എന്നാണ് ഗാന്ധിജി 1914 ജനുവരി 9. 1914 ആണോ 15 ആണോ? 16 ഉറപ്പിച്ചു പറ. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത്. അതാണ് നമ്മൾ പ്രവാസി ഭാരത ദിവസമായിട്ട് എടുക്കുന്നത്. പക്ഷെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു പോകുന്നത് 15 14 ഈ 14 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ഗാന്ധിജി ജനുവരി 9 ഇന്ത്യയിലേക്ക് എത്തിയെങ്കിൽ ഇതിനിടയിൽ എവിടെ കയറി? എന്തിന് കയറി? അതാണ് എന്റെ ചോദ്യം. എന്തിന് കയറി? എവിടെ കയറി? കൈസർ ഹിന്ദ്. യെസ് യെസ്, കൈസർ ഐ ഹിന്ദ്. അതായത് 1895 900 കാലഘട്ടം, 1914 18 കാലഘട്ടം. ഈ കാലഘട്ടം ബ്രിട്ടീഷുകാർക്ക് വളരെ നിർണായകമായിരുന്നു. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ബ്രിട്ടീഷുകാര് അവിടെയുള്ള ഒരു ഗോത്ര വിഭാഗമുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ആദ്യം ആധിപത്യം പുലർത്തിയിരുന്നത് ഡച്ചുകാരായിരുന്നു. ഡച്ചുകാരാണ് അവിടെ ഖനികള് കണ്ടെത്തി, ഖനനം നടത്തി, സ്വർണവും രത്നവും വെള്ളിയും ഡയമണ്ടും എല്ലാം എടുത്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള ആ സൗത്ത് ആഫ്രിക്കയിൽ ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞപ്പോൾ, ബ്രിട്ടീഷുകാർക്ക് ഈ പ്രദേശങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരിവിടെ ആധിപത്യം പുലർത്താൻ നോക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ ഡച്ചുകാരെ തോൽപ്പിച്ചു, അവിടുത്തെ ആധിപത്യം പിടിച്ചെടുത്തു. പക്ഷേ ഈ ഡച്ചുകാര് കുറെ പേര് എന്ത് ചെയ്തു? അവിടെ തന്നെ താമസിച്ച ആൾക്കാരുണ്ടായിരുന്നു. അവര് അവിടെയുള്ള ആദിവാസി വിഭാഗവും സങ്കര വിഭാഗവും ഒക്കെ ആയിട്ട് മാറ്റപ്പെട്ടു. അങ്ങനെ ഡച്ചുകാർക്ക് സൗത്ത് ആഫ്രിക്കയിലുണ്ടായ, തദ്ദേശീയരിലുണ്ടായ സന്തതി പരമ്പര അറിയപ്പെട്ട പേരാണ് ബൂവർ എന്ന പേരിൽ അറിയപ്പെട്ടത്. നമ്മൾ പൂർ പീപ്പിൾ എന്ന് പറയുന്നില്ലേ, ആ പൂരിന് പകരം ബൂ ആക്കിയാൽ മതി, ബൂർ പീപ്പിൾ. അപ്പോൾ ബൂവർ ജനത എന്ന് പറഞ്ഞൊരു ജനത സൗത്ത് ആഫ്രിക്കയിലുണ്ട്. അവരെ ഡച്ചും അല്ല, ആഫ്രിക്കനുമല്ല. നമ്മൾ ഈ ആംഗ്ലോ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന സെയിം സാധനം, ഡച്ച് ആഫ്രിക്കൻ സാധനം ബൂർ. ഈ ബൂർ വിഭാഗം കൈയടക്കി വെച്ചിരുന്ന ഖനികളും സ്വർണ്ണങ്ങളും രത്നങ്ങളും എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു അറ്റാക്ക് നടത്തി. ആ സമയത്ത് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലുണ്ട്. ഗാന്ധിജിക്ക് ബൂറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തത് ഗാന്ധിജി പിന്തുണ കൊടുത്തത് യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന ഈ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മുറിവ് വെച്ച് കെട്ടാൻ, അവരെ സ്ട്രക്ചറിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകാനായിട്ട് അല്ലെ. ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആര് നടത്തിയത്? ഗാന്ധിജിയും ഗാന്ധിജിയുടെ ആംബുലൻസ് വിങ് അല്ലെങ്കിൽ മെഡിക്കൽ വിങ് എല്ലാം നടത്തിയത്. ഇത് ബ്രിട്ടീഷുകാർക്ക് തന്നെ ബോധിച്ചു. 2ാം ലോക മഹായുദ്ധമല്ല, 1ാം ലോക മഹായുദ്ധമായി വരുന്നത് അല്ല, 1914. ഈ കാലഘട്ടത്തിൽ അവർ ഗാന്ധിജിയോട് പറഞ്ഞു, ഗാന്ധിജി, യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന കുറച്ച് പട്ടാളക്കാരുണ്ട്, അവരെ ഇത് ശുശ്രൂഷിക്കണം. പിന്നെയോ സൈന്യത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് കിട്ടണം. നിങ്ങളുടെ നാട്ടിൽ ഒരു തിലകനുണ്ട്, ആ തിലകനാണെങ്കിൽ ഈ യുദ്ധം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളെപ്പോലെ തലമുതിർന്ന ആരെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പിള്ളേർ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. കുറെ പിള്ളേർക്ക് ജോലി കിട്ടൂല എന്ന് പറഞ്ഞു. ഗാന്ധി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് 1ാം ലോക മഹായുദ്ധത്തിൽ അനുകൂലമായ നിലപാടെടുത്തു. അതായത് ബ്രിട്ടീഷുകാര് ജനാധിപത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, വി ആർ ഫൈറ്റിംഗ് ഫോർ ഡെമോക്രസി എന്നാണ് ആര് പറഞ്ഞത്? ബ്രിട്ടീഷുകാർ പറഞ്ഞത്. കാര്യം ഭാഗികമായിട്ട് ശരിയാണ്. കാര്യം അപ്പുറത്തുള്ള കൈസർ വില്യം 2 രാജാവാണ്.
അല്ലെ, ജർമ്മനിയുടെ രാജാവാണ്. ഓസ്ട്രിയ ഹംഗറി എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അവിടുത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റിയാണ്. അവരും രാജവംശമാണ്. ഇവരുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യുന്ന മറ്റൊരു രാജ്യമുണ്ട്, അതാണ് തുർക്കി, ടർക്കി എന്ന് പറയും. അവിടെയും ഒരു രാജാധിപത്യത്തിന് തുല്യമായ ഭരണമാണ് ഖലീഫ. ഖലീഫയെ പിന്തുണയ്ക്കുന്ന രാജാവാണ് അവിടെയുള്ളത്. പിന്നെ ബൾഗേറിയ ഉണ്ട്. അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. ഇവരൊക്കെ രാജാധിപത്യമാണ്. അപ്പോൾ യുദ്ധത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കണ്ടെത്തി പറഞ്ഞൊരു ന്യായമുണ്ട്. എന്താണെന്നറിയാമോ? വി ആർ ഫൈറ്റിംഗ് ഫോർ ഡെമോക്രസി എന്നാ പറഞ്ഞത്. ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അല്ല, വി ആർ ഫൈറ്റിംഗ് ഫോർ ഡെമോക്രസി. അപ്പൊ ഗാന്ധിജി ശരിയാണ്, അപ്പുറത്തുള്ള എല്ലാവരും രാജാക്കന്മാർ, നമ്മൾ മാത്രമേ ജനാധിപത്യത്തിന് വേണ്ടി നീക്കുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർക്ക് ഇരിക്കട്ടെ എന്റെ പിന്തുണ എന്ന് പറഞ്ഞ് ഗാന്ധിജി ഈ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. ഇത് ബ്രിട്ടീഷുകാരെ ശരിക്കും ബോധിച്ചു. അവരെന്ത് ചെയ്തു? ഈ ഗാന്ധിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുത്തു വിടണം. കാര്യം എന്താ? ഗാന്ധിജി ഇത്രയും കാലം സൗത്ത് ആഫ്രിക്കയിലെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവുകയല്ലേ. നമ്മൾ തന്നെ നോക്കിയേ, നമ്മുടെയൊക്കെ കൂടെ ഓഫീസിലോ മറ്റ് വർക്ക് ചെയ്യുന്ന, അല്ല വർഷങ്ങളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാള് അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകാൻ നേരം നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു സെൻഡ് ഓഫ് പാർട്ടി കൊടുക്കുന്നില്ലേ, എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുക. അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി 23 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോയപ്പോൾ ബ്രിട്ടീഷുകാര് ആ നാട്ടിൽ വെച്ച് ഗാന്ധിജി മൂലം അവർക്കുണ്ടായ സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഗാന്ധിജിക്ക് ഒരു സമ്മാനം നൽകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. ആ പുരസ്കാരത്തിന്റെ പേരാണ് കൈസർ ഐ ഹിന്ദ് എന്ന് പറയുന്നത്. അപ്പൊ കൈസർ ഐ ഹിന്ദ് എന്ന് പറഞ്ഞ പുരസ്കാരം ആരാർക്ക് കൊടുത്തു? ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തു, അല്ലെ? എന്ന് കൊടുത്തു? പക്ഷേ എഴുതിയില്ല. 1914 കൊടുത്തു. ആ 14 പുരസ്കാരം സ്വീകരിക്കാൻ പോയിട്ട് നേരെ ലണ്ടനിൽ ചെന്നിട്ടാണ് ഗാന്ധി എന്ത് ചെയ്തത്? ഇങ്ങോട്ടേക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാല് പോണ വഴി കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും, അല്ലെ? നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൂട്ട് എങ്ങനെയാണ് എന്ന്, അല്ലെ? അതായത് സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രദേശമാണെന്ന് അറിയാം, അല്ലെ? ഇന്ത്യ. അപ്പൊ പാകിസ്ഥാനോട്ടുള്ള സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഗൾഫ് കൺട്രീസ് കിടപ്പുണ്ട്. ഗൾഫ് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ആഫ്രിക്കയുടെ സംഭവം കിടക്കുന്നത്. ആഫ്രിക്ക ഇങ്ങനെ ഇവിടെ ഒന്ന് കിടക്കുന്നു. ഇവിടെ ഇങ്ങനെ യൂറോപ്പ് കിടക്കുന്നു. ഇപ്പുറത്തായിട്ടാണ് ലണ്ടൻ, 3 ദ്വീപുകളായിട്ട് കിടക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജിക്ക് ഡർബനിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോരാ. പക്ഷെ ഗാന്ധിജി പോയത് ഇവിടെ ചെന്ന് സമ്മാനം വാങ്ങിച്ചു. എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ 1914 സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് കൊടുത്ത സമ്മാനമാണ് കൈസർ ഐ ഹിന്ദ് എന്ന് പറയുന്നത്. അന്ന് കൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഭരിക്കുന്ന ഒരു ചക്രവർത്തിയാണ്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു ചക്രവർത്തിയുടെ പേരിലുള്ള ഒരു പഴയ പുരസ്കാരമാണ് ഇവിടെ കിട്ടിയത്. ആർക്ക് കിട്ടിയത്? ഗാന്ധിജി കിട്ടിയത്. പക്ഷെ ഗാന്ധിജി എന്ത് ചെയ്തു? ഈ സമ്മാനം ഗാന്ധിജിയെ സ്വീകരിച്ചു. പക്ഷെ എത്ര കാലം കഴിഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചത്? 1919 ആണോ 18-ലാണോ? 19-ലാണ്, അല്ലെ? കാരണം 1918 ഒരു നിയമം വന്നു. നിയമത്തിന്റെ ബില്ല് വന്നു. ഏതാണെന്ന് ഓർക്കുന്നുണ്ടത്? 1914-18 കാലയളവിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്തെ ഒരുപാട് പ്രകോപനപരമായ സംഭവങ്ങൾ ഉണ്ടായി. നിങ്ങൾ ഗദ്ദർ വിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? ഗദ്ദർ കലാപം കേട്ടിട്ടില്ലേ? ഗദ്ദർ ഏത് വർഷമാണ് ഗദ്ദർ നടന്നെന്ന് ഓർക്കുന്നുണ്ടോ? ലാല ഹർദയാല്, സോഹൻ സിംഗ് ബഗഡ, ഫർണാന്ദ് സിംഗ് തൊണ്ടിലത്ത്, ഭായി പരമാനന്ദ്, ക്യാൻഷി റാം എന്നിവരുടെ നേതൃത്വത്തിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ട ഗദ്ദർ ഇന്ത്യയിലേക്ക് 13 കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടത്. 2 വർഷം കൊണ്ട് പ്രസ്ഥാനം തഴച്ചു വളർന്നിട്ട് അവർ തീരുമാനിച്ചു വിദേശ രാജ്യങ്ങളിലുള്ള സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ പിൻബലം ഉപയോഗിച്ചുകൊണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ള ആയുധ ബലം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നും വിപ്ലവകാരികളെ പരിശീലിപ്പിച്ച് ഇന്ത്യയിൽ എത്തിച്ച് ഒരു വിപ്ലവം നടന്നു. അതായിരുന്നു ഗദ്ദർ. ആ ഗദ്ദർ വിപ്ലവം നടന്ന കാലഘട്ടം അതാണ് 1915 ഫെബ്രുവരി 21 തീരുമാനിച്ചു. പക്ഷെ 19 നടന്നു. അതാണ് സംഭവം. അങ്ങനെയുള്ള ഗദ്ദർ വിപ്ലവം ഇവിടെ നടന്ന കാലഘട്ടം എന്താണ്? 15, 18 കാലഘട്ടം, 14, 18 കാലഘട്ടമാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ധാരാളം ഇവിടെ നടന്നു, അല്ല? ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് റവല്യൂഷണറി ആക്ടിവിറ്റീസ് ധാരാളം ഇവിടെ നടന്നു. ഈ ആക്ടിവിറ്റികൾ ബ്രിട്ടീഷുകാർക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള തീവ്രവാദികളെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പിടികൂടാൻ തീരുമാനിച്ചു. അവർക്ക് ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? ഒരു ടീമിനെ ഇങ്ങോട്ടേക്ക് അയച്ചു. ആ ടീമിന്റെ പേരായിരുന്നു, അറിയാവോ? റവലറ്റ് കമ്മീഷൻ. കേട്ടിട്ടുണ്ടോ? റവലറ്റ് കമ്മീഷൻ. സർ സിഡ്നി റവലറ്റ്.
സർ സിഡ്നി റവലറ്റ്. സർ സിഡ്നി റവലറ്റിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഇങ്ങോട്ടേക്ക് അയച്ചു. ആ ടീം ഇവിടെ ഒന്നും വന്നില്ല. അവരെന്ത് ചെയ്തു, പല സ്ഥലങ്ങളിലും വേറെ പല സ്ഥലങ്ങളിലും പോയിട്ട് അവർ സ്വന്തമായിട്ട് ഒരു നിയമം തയ്യാറാക്കിയതാണ്. അതായത് ബോംബെ, ബംഗാള്, പഞ്ചാബ്, പൂന, മദ്രാസ് ഈ പ്രദേശങ്ങളാണ് വിപ്ലവകാരികളുടെ ഈറ്റില്ലം. അതുകൊണ്ട് വിപ്ലവകാരികൾ ആയിട്ടുള്ളവർക്ക്, വിപ്ലവകാരികളെ പിന്തുണയ്ക്കുന്നവർക്ക്, വിപ്ലവവുമായി ബന്ധമുള്ള ആളുകൾക്ക് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അവർക്ക് അറസ്റ്റ് വാറന്റോ വിചാരണയോ കൂടാതെ ദീർഘകാലം തടങ്കലിൽ പാർപ്പിക്കുന്ന ഒരു നിയമമാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമമാണ് ഇത് നിയമം, റവലറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം, റവലറ്റ് ആക്ട്. ഈ ഗാന്ധിജി ബ്രിട്ടീഷുകാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ എന്ത് നൽകാമെന്നാ പറഞ്ഞത്? ഇന്ത്യക്കാർക്ക് അത്യാവശ്യം ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നൽകാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ? ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഓഗസ്റ്റ് ഡിക്ലറേഷൻ, ഓഗസ്റ്റ് ഓഫർ ഉണ്ട്, ഓഗസ്റ്റ് ഡിക്ലറേഷൻ ഉണ്ട്. ഓഗസ്റ്റ് ഓഫർ എന്ന് വെച്ചാൽ നമുക്കറിയാം 1940 ഇവിടുത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലിൻലിത്ഗോ പറഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള അവകാശം തരാം, ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി തരാം, ഇങ്ങനെയുള്ള വാഗ്ദാനം നൽകി. ഇതിനെയാണ് നമ്മൾ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടന്നത്. എന്നാൽ 1917 ഓഗസ്റ്റ് മാസം 20-ാം തീയതി അന്ന് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എഡ്വിൻ മൊണ്ടേഗോ എന്ന് പറയുന്നത്. എഡ്വിൻ മൊണ്ടേഗോ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്താണ്? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭകൾ, ഗവൺമെന്റുകൾ ഞങ്ങൾ രൂപീകരിക്കുന്നതാണ്. പ്രവിശ്യകളിൽ ഗവൺമെന്റുകൾ രൂപീകരിക്കുവാൻ ഇന്ത്യക്കാർക്ക് അവകാശം നൽകുന്നതാണ് യുദ്ധം കഴിഞ്ഞാൽ എന്ന് പറയുന്നത്. കാരണം പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് 1919 വന്നു എന്ന് നമ്മൾ പറയുന്നത്. ബാലഗംഗാധര തിലകന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് അതായിരുന്നല്ലോ, സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്നാണല്ലോ തിലകൻ പറഞ്ഞത്. അപ്പൊ തിലകന്റെ ഡിമാൻഡും ഇവിടെ അംഗീകരിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കാത്തിരുന്ന സന്ദർഭങ്ങളിലാണ്. കേട്ടിട്ടില്ലേ? നമ്മളൊരു സിനിമ പാട്ട് കേട്ടിട്ടില്ലേ? നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? അതേപോലെ സ്വാതന്ത്ര്യത്തിനായിട്ട് നീട്ടിയ കൈകളിൽ കിട്ടിയത് എന്താണ്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം അല്ലേ? അറസ്റ്റ് വാറന്റോ കോടതി വിചാരണയെ കൂടാതെ ഒരു വ്യക്തിയെ അനിശ്ചിതകാലം പിടിച്ച് തടങ്കലിൽ പാർപ്പിക്കുവാൻ ബ്രിട്ടീഷ് പാർലമെന്റിന് അധികാരം നൽകുന്ന ഒരു നിയമം. ഇത് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി. 1918 അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. അത് പാസ്സാക്കിയിട്ട് 1919 മാർച്ച് മാസം 10-ാം തീയതി ഇത് ഇന്ത്യയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. ഈ നിയമം വന്നപ്പോഴാണ് ഗാന്ധിജി ശരിക്കും ഞെട്ടിപ്പോയി അല്ലെ? ഗാന്ധിജി ശരിക്കും ഞെട്ടിപ്പോയിട്ട് എന്താ പറഞ്ഞത്? മോശമായി അല്ലെ? പലരും പറയുന്നു ഗാന്ധിജി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ സാർ പദവി ഉപേക്ഷിച്ചത് എന്ന് പറയുന്നു അല്ലെ? എന്നാൽ അങ്ങനെയല്ല. ഈ റവലറ്റ് ആക്ട് വന്നപ്പോൾ ഗാന്ധിജിക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആൾക്കാരല്ല. ആ റവലറ്റ് ആക്ടിനെതിരായിട്ടല്ലേ ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സത്യാഗ്രഹം, അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു സത്യാഗ്രഹം, ഓൾ ഇന്ത്യ സത്യാഗ്രഹം നടത്തിയത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ഓൾ ഇന്ത്യ സത്യാഗ്രഹം എന്ന് പറയുന്നത് റവലറ്റ് സത്യാഗ്രഹം. ആ റവലറ്റ് സത്യാഗ്രഹം നടത്തുന്ന ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടല്ലേ നടത്തിയത്. അത് എതിരായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായ റവലറ്റ് ആക്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടല്ലേ. അപ്പോൾ ആ റവലറ്റ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഗാന്ധിജി ശിരസിൽ അലങ്കാരമായിട്ട് ഈ പറയുന്ന പദവി കൊണ്ട് നടക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഗാന്ധിജി ഈ റവലറ്റ് ആക്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഈ കൈസറെ ഹിന്ദ് ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ പല ഗൈഡുകളിലൊക്കെ ഈ പറയുന്ന നമ്മുടെ സി ശങ്കരൻ നായരെ കൗൺസിൽ അംഗത്വം ഉപേക്ഷിച്ചു, സരോജിനി നായിഡുവിനെ ഏറ്റുകൊണ്ട് ഉപേക്ഷിച്ചു, രവീന്ദ്രനാഥ് ടാഗോറിനെ ഏറ്റുകൊണ്ട് ഉപേക്ഷിച്ചു, ഗാന്ധിജിയെ ഉപേക്ഷിച്ചു മോദി ഗാന്ധിജിയെ അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊച്ചാക്കി കളഞ്ഞു. പക്ഷെ ഗാന്ധി അതൊക്കെ മുമ്പ് തന്നെ ഉപേക്ഷിച്ച ആളാണ്. അപ്പൊ അങ്ങനെ ഈ ഗാന്ധിജി ഉപേക്ഷിച്ചു. ഗാന്ധിജി ഉപേക്ഷിച്ച സാധനമാണ് ഏതെന്നുള്ള കൈസറെ ഹിന്ദ് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരെന്ന സാധനം അതിനി എന്റെ പട്ടിക്ക് പോലും വേണ്ട എന്നായിരിക്കും ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് മുതൽ ബ്രിട്ടീഷുകാരന്റെ ഏറ്റവും വലിയ പദവി നമ്മൾ ആർക്ക് വിളിക്കണത് അല്ലെ? കൈസറത്ത് പേരിട്ടുകൊണ്ട് വിളിക്കുന്നത്. അപ്പൊ അതാണ് കൈസറിന്റെ പിന്നിലെ ചരിത്രം. കൈസറിന്റെ പിന്നിലെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞതെങ്കിലും പരീക്ഷയ്ക്ക് ഏത് ഭാഗത്തു നിന്നോ കിട്ടാവുന്ന കുറെ വെടിയുണ്ടകളാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു പോയത് കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയാൽ ആ കൈസർ ഐ ഹിന്ദ് എന്ന് പറഞ്ഞ സംഭവം അല്ല, അതിലേക്ക് നമ്മൾ പോകാനായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവൂ. എന്താണ് ആ റിപ്പബ്ലിക്, വെയ്മർ റിപ്പബ്ലിക് അവിടെ നിന്നല്ലേ ചാടിയത് ആണോ?
ആണോ സിദ്ധാർത്ഥ? ആണോ? അല്ലേ? ക്ലാസ്സിലല്ലേ ആരും? ഇവിടുന്നല്ലേ ചാടിയത്? കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ അടിയന്തരാവസ്ഥ എടുത്തത് എവിടുന്നാണെന്ന് ചോദിച്ചിട്ടല്ലോ നമ്മൾ പോയത്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അതെ അതെ അതെ. അതായത് ഈ കൈസർ വില്യമിന്റെ നേതൃത്വത്തിൽ 1919 വരെ കൈസർ വില്യമിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് 1933 ശേഷം 1945 വരെ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ്. ഈ രണ്ട് ഗവൺമെന്റിന്റെയും ഇടയിൽ 1919 മുതൽ 33 വരെയുള്ള ഒരു 15 വർഷക്കാലത്തോളം ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ആ സഖ്യകക്ഷികളില്ലേ, ട്രിപ്പിൾ അലീസ്, അവര് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കേട്ടുകൊണ്ട് റാൻമൂളിയായിട്ട് നിന്ന് ഭരിച്ചൊരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരറിയാവോ? അദ്ദേഹത്തിന്റെ പേരിലാണ് പോളണ്ടിന്റെയും ജർമ്മനിയുടെയും അന്താരാഷ്ട്ര അതിർത്തി. ഏതാണ്? ജർമ്മനിയുടെയും പോളണ്ടിന്റെയും അന്താരാഷ്ട്ര അതിർത്തി ഏതാണ്? വാഴ്സാ പാക്ട് പോളണ്ടിന്റെ ഒരു തലസ്ഥാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നതായിരുന്നു. വാഴ്സാ പാക്ട് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞത് 1955 സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂല സംഘടനകളും രാഷ്ട്രങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഉടമ്പടി മുതലാളിത്ത ശക്തികൾക്ക് എതിരായിട്ട് ഉണ്ടാക്കിയതാണ് വാഴ്സാ പാക്ട് എന്ന് പറയുന്നത്. ഇതല്ല, ജർമ്മനിയുടെയും പോളണ്ടിന്റെയും ഇടയിലുള്ള ഒരു അതിർത്തി. നമ്മൾ മക്മഹൻ ലൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ, റാഡ്ക്ലിഫ് ലൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ, ഡ്യൂറാൻഡ് ലൈൻ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ലൈൻ. ഹിൻഡൻബർഗ്. യെസ്, ഹിൻഡൻബർഗ് ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ ഉണ്ട്. ആ ഹിൻഡൻബർഗ് ആരാണെന്നറിയാവോ? ഹിൻഡൻബർഗ് അദ്ദേഹമാണ് 1919 1933 ഇടയിൽ ജർമ്മനിയിലെ ഭരണകൂടം ഭരിച്ച ചാൻസലർ എന്ന് പറയുന്നയാള്. ഹിൻഡൻബർഗ് ആണ് ചാൻസലർ. ആ ഹിൻഡൻബർഗിന്റെ കാലത്ത് അവിടെ ഒരു ഭരണഘടന ഉണ്ടായിരുന്നു. ആ ഭരണഘടനയാണ് ബ്രിട്ടീഷുകാര് കോപ്പി അടിച്ചിട്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇല്ലേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ബ്രിട്ടീഷുകാര് കോപ്പി അടിച്ചത് ഇതിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിലാണ് ഉൾപ്പെടുത്തിയത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിലെ സംഭവങ്ങൾ. അതുകൊണ്ടാണ് പലപ്പോഴും PSCയുടെ പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ നേരത്ത് നമ്മുടെ എന്താ പറയുക, ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെയും നമ്മൾ ഞെട്ടും അല്ലെ. ഇതാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള പല കോൺസെപ്റ്റുകളും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നേരെ പൊക്കി നമ്മുടെ ഭരണഘടനയിലിട്ട് നമ്മൾ എടുത്ത് കയറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഏത് നമ്മുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അത് കഴിഞ്ഞിട്ടാണ് ഹിറ്റ്ലർ വരുന്നത് അല്ലെ. വീണ്ടും ഒരു സംശയം, നമ്മൾ ഈ ഹിറ്റ്ലറിലേക്കും വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കും എങ്ങനെയാണ് എത്തിയത്? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓർക്കുന്നുണ്ടോ? ഞാൻ മറന്നു പോയതാ. കൂടുതൽ സരസമായിട്ടും രസമായിട്ടും ക്ലാസ് എടുത്ത് എനിക്ക് വരുന്ന കുഴപ്പം ഇതാണ്, നമ്മൾ ഇങ്ങനെ കയറി കാട് കയറി പോകും. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷെ എന്നാലും എടുത്ത ടോപ്പിക് ഏതാണ്, കണ്ടന്റ് ഏതാണ്, അതിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് മൊത്തത്തിൽ ഒരു യാത്ര അങ്ങോട്ട് പോകും. അതാണ് സംഭവിക്കുന്നത് അല്ലെ. എന്താ സാറേ? അതെ, കൈസറിന്റെയും ഹിറ്റ്ലറിന്റെയും ഇടയ്ക്കുള്ള കാലത്ത് ഭരിച്ചയാളാണ് നമ്മുടെ ഹിൻഡൻബർഗ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതെന്തായിരുന്നു? അതൊരു ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു. ഇതൊരു ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഈ എബ്രഹാം ലിങ്കനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എബ്രഹാം ലിങ്കനാണ് എന്തിനെ പറ്റി പറയുന്നത്? ആ എബ്രഹാം ലിങ്കനാണ് നമ്മൾ ഇത്രയും കറക്കിച്ചത് അല്ലെ. കേരളത്തിലെ എബ്രഹാം ലിങ്കനിലേക്ക് വന്നു, പിന്നെ അവിടുന്ന് ചാടി പല ഭാഗത്തേക്ക് നമ്മളിങ്ങനെ തുഴഞ്ഞു പോയി. എന്തായാലും കൂടുതൽ തുഴഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയോ ഉള്ളു. കാര്യം പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയാണ്. ചോദ്യം എവിടുന്ന് ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചോദിക്കുമെന്നൊന്നും അറിയില്ല. സാധാരണഗതിയിൽ ഞാൻ ക്ലാസ്സിൽ നോട്ട് കൊടുത്ത് പഠിപ്പിക്കുന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊന്നും അങ്ങനെ വരാറില്ല. ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ നേരത്ത് പല ആൾക്കാരും പറയുന്ന കാര്യം, നോട്ട് ഞങ്ങൾക്ക് തരേണ്ട, ഞങ്ങൾ എഴുതിയെടുത്തോളാം എന്ന് പറഞ്ഞ് പിള്ളേര് എഴുതുകയാണ് ചെയ്യാറ് പതിവ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് വരാം. അപ്പോ
നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. എന്താണ് ഈ പറയുന്ന ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം, അല്ലെ? ഡെമോക്രസി എന്ന് പറഞ്ഞ സമ്പ്രദായത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, ആ ഡെമോക്രസി എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഉടലെടുത്തത് എവിടെയാണെന്നറിയാം? എവിടെയാണ് ആദ്യമായിട്ട് ഉടലെടുത്തത്? നമ്മള് യന്ത്രങ്ങൾക്ക് കിട്ടുന്നൊരു സാധനമില്ല, സൈക്കിളിനും ബൈക്കിനും ഒക്കെ നമ്മളത് ഇട്ടുകൊടുക്കാറുണ്ട്. എന്താണ്? ഗ്രീസാണ് അല്ലെ? അപ്പൊ ഗ്രീസിലാണ് ആദ്യമായിട്ട് ഡെമോക്രസി ഉടലെടുത്തത്. അപ്പൊ ഡെമോക്രസി ഗ്രീസിൽ ഉടലെടുക്കാൻ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ ഈ ഭരിക്കാൻ വരുന്ന ആളുകൾക്ക് അങ്ങനെ ജീവിതാവസാനം വരെ ഭരിച്ചു പോകാനുള്ള ചാൻസ് ഒന്നും ഒരു കൊടുക്കില്ല. അവർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ എന്തെന്നറിയാമോ? നീ കുറച്ചു കാലം ഭരിച്ചാൽ മതി എന്ന് പറയും. ആ കുറച്ചു കാലം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് കൂടി അവർ പറഞ്ഞു കൊടുക്കും. അതായത് ഞങ്ങൾ നിങ്ങൾ നിശ്ചിത കാലത്തേക്ക് തെരഞ്ഞെടുക്കും, അത്രയും കാലം മാത്രം ഭരിച്ചാൽ മതി എന്നാണ് അവരോട് പറയുന്നത്. അങ്ങനെ അത്രയും കാലം മാത്രമാണ് ആര് ഭരിക്കുന്നത്? ഇവര് ഭരിക്കുന്നത്. അവരുടെ ഭരണം നല്ലതല്ലെന്നുണ്ടെങ്കിൽ അവരോട് പറയും നീങ്ങിട്ട് പോരും മോനെ എന്നും പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം, അതാണ് ജനങ്ങൾക്ക് ഭരണത്തിൽ ആധിപത്യം ഉണ്ടാകുന്ന സംവിധാനമാണ് നമ്മൾ ഈ പറയുന്ന ഏത് ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പൊ അങ്ങനെയുള്ള ഡെമോക്രസിക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു നിർവചനം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് എബ്രഹാം ലിങ്കനാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഡെമോക്രസി എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കനാണ്. ഈ എബ്രഹാം ലിങ്കനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞങ്ങോട്ട് പോയത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള നല്ല മനുഷ്യനായ, അല്ലെ, വിളക്ക് വെച്ച് ആദരിക്കേണ്ട പൂജിക്കേണ്ടുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞത്. ഈ എബ്രഹാം ലിങ്കൺ എന്ത് പറ്റിയ അവസാനം അറിയാവോ? എബ്രഹാം ലിങ്കണ് പറ്റിയെന്താ? അതെ 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 വെടിയേറ്റ് മരിച്ച എബ്രഹാം ലിങ്കൺ, അല്ലെ? അദ്ദേഹം ഒരു നാടകം കാണാൻ വേണ്ടി പോയതാണ്. അല്ല, നാടകം വെച്ചാൽ വളരെ രസകരമായിട്ട് ഇങ്ങനെ കൈ കിട്ടി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കും. സ്റ്റേജ് എന്ന് പറയാൻ പറ്റില്ല, അവിടെയുള്ളതാണ് ഇങ്ങനെ റൗണ്ടിലുള്ളൊരു സ്റ്റേജ് ആയിരിക്കും അവിടെയുള്ളത്. ഇത് ചുറ്റുമായിട്ട് നമ്മൾ ഈ സർക്കസ് കൂടാനും കാണുന്നില്ല, അതേപോലെ ഈ നടുക്കാർ കളിമൊത്തം നടക്കണത് ചുറ്റും ആൾക്കാർ ചുറ്റും. ഫ്രണ്ടിൽ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അദ്ദേഹം നാടകം കാണിയാണ്. നാടകത്തിന്റെ പേരെന്തെന്നറിയാമോ? അമേരിക്കൻ കസിൻ. അമേരിക്കൻ കസിൻ എന്ന് പറഞ്ഞ ഒരു നാടകം. ആ നാടകം നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ആ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടനുണ്ട്, ഏറ്റവും മികച്ച നടനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ബൂത്ത്, അല്ലെ? ചാൾസ് വിൽസ് ബൂത്ത് എന്ന് പറഞ്ഞൊരു നടനാണ്. ചാൾസ് വിൽസ് ബൂത്ത്. ഈ വിൽസ് ബൂത്ത് നാടകത്തിലെ ഡയലോഗ് പറഞ്ഞിട്ട് നാടകത്തിൽ അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്ന ഒരാളിനെ ഇങ്ങനെ വെടിവെക്കുന്ന ഒരു സീനാണ്, അല്ലെ? എന്താ സംഭവിച്ചത്? ഈ വിൽസ് ബൂത്ത് തോക്കെടുത്തു, ഒറിജിനൽ തോക്കാര്. നേരെ എന്ത് ചെയ്തു? ചാടി എബ്രഹാം ലിങ്കൺ ഫ്രണ്ടിൽ ടിഷ്യൂ അല്ലെ, നസീറിന്റെ കസിന് പോലെ കാണിക്കൽ ആ ടിഷ്യ എന്ന രീതിയിൽ എന്ത് ചെയ്തു? ആ ടിഷ്യ എന്ന രീതിയിൽ ഒരു വെടിയെ കൊടുത്തു. ആര് മരിച്ചുപോയി? നമ്മുടെ എബ്രഹാം ലിങ്കൺ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പൊ എബ്രഹാം ലിങ്കൺ മരണപ്പെട്ടു. എബ്രഹാം ലിങ്കൺ മരണപ്പെട്ടപ്പോൾ 1865 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ മരണപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിൽ നമ്മളുണ്ട്. എബ്രഹാം ലിങ്കനാണ് മരണപ്പെട്ടത്, അല്ലെ? എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അറിയാമോ എബ്രഹാം ലിങ്കൺ? അമേരിക്കയിലെ 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കന്റെ. 16 അടിയന്തരം അവർ ഓർക്കാനല്ലോ, 16 അടിയന്തരം നടത്തിയിട്ടല്ലേ? 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. ജോൺ വിൽസ് ബൂത്ത് എന്ന് പറഞ്ഞ ആളാണ്, അല്ലെ? അമേരിക്കയിലെ തിയേറ്റർ, ഏറ്റവും പ്രസിദ്ധമായ ഒരു തിയേറ്റർ ഉണ്ട്. തിയേറ്ററിന്റെ പേര് ഒരു വണ്ടിയുടെ പേരാണ്, നല്ലൊരു കാറിന്റെ പേരാണ്, അല്ലെ? നമ്മുടെയൊക്കെ നാട്ടിലുള്ളൊരു കാറ്, ജർമ്മൻ കാറോ മറ്റോ ആണ്. ഏതാണ്? എനിക്കറിയില്ല കാറുകളെ കുറിച്ച്. ഫോർഡ് തിയേറ്റർ എന്നൊരു തിയേറ്റർ ഉണ്ട്, ഫോർഡ്. അപ്പൊ ഫോർഡ് തിയേറ്ററിൽ വെച്ചിട്ട് വെടിയേറ്റ് മരിച്ചു ആരെ? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൺ. അദ്ദേഹം മരണപ്പെട്ടെങ്കിലും അദ്ദേഹം ചെയ്ത സേവനങ്ങളുണ്ട്, അല്ലെ? ഒരുപാട് അടിമകളെ വിമോചിപ്പിച്ചു. ദ ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെ? യഥാർത്ഥത്തിൽ എബ്രഹാം ലിങ്കൺ 1863 ഇത് അബോളിഷ് ചെയ്യണത്, സ്ലേവറി അബോളിഷ് ചെയ്യണത്. അദ്ദേഹത്തെ മഹാനായ വിമോചകൻ എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ അതിനേക്കാളും മുന്നേ മറ്റൊരു രാജ്യത്തിലെ, കൃത്യമായി പറഞ്ഞാൽ അതിനേക്കാളും 50 കൊല്ലങ്ങൾക്ക് മുൻപ് അടിമക്കച്ചവടം എന്നിവയൊക്കെ അവസാനിപ്പിച്ചു. ഏത് രാജ്യത്ത്? ആദ്യമായിട്ട് അടിമത്തം നിരോധിക്കപ്പെട്ട രാജ്യം അതായിരുന്നു തിരുവിതാംകൂർ. ആര്? ഗൗരി. ഗൗരി ലക്ഷ്മി ഭായ്, അല്ലെ? ഗൗരി ലക്ഷ്മി ഭായ് ആരുടെ അമ്മ? സ്വാതി തിരുനാളിന്റെ അമ്മയായിരുന്ന ഗൗരി ലക്ഷ്മി ഭായി ആണ് ഇത് അവസാനിപ്പിച്ചത്. അവസാനിപ്പിച്ച സമയത്ത് ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഭായി തന്നെയാണ്. പക്ഷെ തീരുമാനം എടുത്തത് മറ്റൊരാളാണ്. അവിടെ ദിവാനായിട്ടുണ്ടായിരുന്നയാൾ, ദിവാൻ. ആ ദിവാൻ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമായിരുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ദിവാൻ.
മൺറോ 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 അല്ലെ? ആണോ? യെസ്, കേണൽ മൺറോ. കേണൽ മൺറോയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാരനായ ദിവാൻ. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, ഫസ്റ്റ് റെസിഡന്റ് ദിവാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. റെസിഡന്റ് ഉണ്ട്, റെസിഡന്റ് ദിവാൻ ഉണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? നമ്മൾ റെസിഡന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു കഥ പോലെ തന്നെ സംഭവം. അതായത് ഈ തിരുവിതാംകൂറിൽ നമ്മുടെ ധർമ്മരാജ എന്ന രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മരാജാവ് മാർത്താണ്ഡവർമ്മയുടെ അനന്തരവനാണ്, വില്ലാളി വീരനാണ്. 1858 തൊട്ട് അദ്ദേഹം ഏകദേശം 1798 തൊട്ട് 1798 വരെയുള്ള ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് ഓർമ്മ. അല്ലെ, 40 വർഷക്കാലത്തിനടുത്ത് ഭരിച്ചില്ലേ? 40 വർഷക്കാലം അദ്ദേഹം ഭരിച്ചു. അദ്ദേഹത്തിന്റെ കാലത്ത് ടിപ്പു സുൽത്താന്റെ സൈന്യം വരെ എന്ത് ചെയ്യുന്നു, തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ട് നിരാശരായിട്ട് മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. അത്രയ്ക്ക് പ്രഗത്ഭനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മുടെ ഡിലനോയെ പോലെയുള്ള, അല്ലെങ്കിൽ വൈക്കം പത്മനാഭ പിള്ളയെ, ടിപ്പുവിന്റെ കാല് വെട്ടിയ വൈക്കം പത്മനാഭ പിള്ളയെ പോലെയുള്ള വലിയ പടനായകരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് പേടിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുണ്ടായിരുന്ന ആള് എന്ന് വെച്ചാൽ കഴിവും കാര്യപ്രാപ്തിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. തിരുവിതാംകൂറിലെ ഏറ്റവും അശക്തനായ ഭരണാധികാരി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ വേറെ പലരും കയറിയിരിക്കും എന്ന് പറഞ്ഞില്ലേ? അതായത് രാജാവിനെ പോലെ ഇരുന്നില്ലെങ്കിൽ ദളവ കയറി ഇവിടെ ഭരിക്കും. നമ്മുടെ വേലുത്തമ്പി ദളവയൊക്കെ ഒരു ഷൈനിയൊക്കെ കാര്യം എന്താണ്? ആ രാജാവിനെ കൊണ്ട് പുള്ളിയിലെ ഞെട്ട. ആ രാജാവ് ആരാണെന്ന് അറിയാലോ? ഏറ്റവും ദുർബലനായ ഭരണാധികാരി അവിട്ടം തിരുനാൾ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയും കേട്ടോ. ഈ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ കൊള്ളിയിലത്തിരുത്തനാണെന്ന് അറിയാം. ടിപ്പു ആണെങ്കിൽ പരാജയപ്പെട്ട് ഇവിടുന്ന് പോയ ഒരാളാണ്. ടിപ്പു വീണ്ടും വരുമെന്ന് നമ്മുടെ ധർമ്മരാജക്കറിയാം, കിഴവൻ രാജാവിനറിയാം. കിഴവൻ രാജാവ് എന്ന് വിളിക്കുന്ന വേറൊന്നും കൊണ്ടില്ല, തിരുവിതാംകൂറിലെ രാജാക്കന്മാരിലെ തലമുടി നരച്ചിട്ടുള്ള ഒരേ ഒരു രാജാവ് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള രാജാക്കന്മാരെല്ലാം എന്ത് ചെയ്തു? ചെറിയ പ്രായത്തിൽ തന്നെ, മുടി നരയ്ക്കും മുമ്പ് തന്നെ മരണപ്പെട്ടു പോകാനുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ ഏതാണ്ട് 53-ാമത്തെ 54-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടത്. ബാക്കിയുള്ള രാജാക്കന്മാരെല്ലാം 50 തികയും മുമ്പ് മരണപ്പെട്ടു കൂട്ടുള്ള ആൾക്കാരാണ്. ഇദ്ദേഹമാണ് പ്രായം ചെന്നിരുന്നത്. അതുകൊണ്ടാണ് ഇത്തിരി കിളവനായിട്ട് രാജാവെന്ന രീതിയിൽ കിഴവൻ രാജ എന്ന് വിളിച്ചത്. ധർമ്മരാജ എന്ന് വിളിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, എന്താണ് അദ്ദേഹത്തിന് ദാനം കൊടുക്കുന്ന ഒരാളായിരുന്നു. ഈ തിരുവിതാംകൂറിലേക്ക് ഭൂസമ്പത്തൊക്കെ നമുക്കറിയാമല്ലോ. പള്ളിയാടി മല്ലൻ ശങ്കരൻ എന്ന് പറയുന്ന ഒരു റവന്യൂ മിനിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മയ്ക്ക്. ആ റവന്യൂ മിനിസ്റ്ററാണ് ഈ ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ട്. തരംതിരിക്കാൻ എങ്ങനെയാണെന്ന് അറിയാം? എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന പള്ളിയാടി മല്ലൻ ശങ്കരൻ? പറഞ്ഞോ. ബ്രഹ്മസം, ദേവസ്വം, ദാനം. ഓക്കെ, പോരട്ടെ. ദാനം, പണ്ടാരം വക. അതായത് ഈ ദേവസ്വം എന്ന് വെച്ചാൽ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾക്ക് അവിടുത്തെ നിത്യനിദാന ചെലവുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള, ഭഗവാന് അന്നം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമിയാണ് ദേവസ്വം എന്ന് പറയുന്നത്. ബ്രഹ്മസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ബ്രാഹ്മണന്മാരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി. ഈ ബ്രാഹ്മണന്മാരുടെ ഭൂമിയിലാണ് ബാക്കിയുള്ള അടിയാളന്മാർ മൊത്തം പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണന്മാര് ഭൂമിയുടെ ഉടമസ്ഥന്മാരെന്ന രീതിയിൽ പറയപ്പെട്ടത്. ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവൂ? ഈ ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ രാജാവ് അവർക്ക് കൊടുക്കും, നീ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി കുടിലിട്ട് താമസിച്ചോളൂ, 12 ഏക്കർ നീ അവിടെ വളച്ചീട്ടി എടുത്തോളൂ, ഇതാ ഈ വിരലിൽ കിടക്കുന്ന മോതിരം നിനക്ക് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് രാജാവ് സമ്മാനം കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ? അത്തരത്തില് രാജാവ് ഭൂമി പല ആളുകൾക്കും ദാനം കൊടുക്കും. ഇത്തരത്തില് 1767 കാലഘട്ടം കേട്ടോ. 1767 കാലഘട്ടം നമുക്കറിയാം, മാമാങ്കം നടക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ നടന്നില്ലത്. കാര്യം എന്താ? ഹൈദരാലി മലബാറിനെ ഒന്ന് ആക്രമിച്ചു, ടിപ്പുവിന്റെ അച്ഛൻ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സാമൂതിരി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി. അരക്ഷിതരായ ജനങ്ങള് തെക്കോട്ടുകൂടി പോന്നു. ഹൈദരും ടിപ്പുവും പുറകെ ഓടിച്ചു. കുറെ ആളുകൾ എന്ത് ചെയ്തു? മതം മാറി, ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മാറാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഒരു പെരിയാറ് നീന്തിക്കിടന്ന് തിരുവിതാംകൂറിൽ വന്നിട്ട് എന്ത് ചെയ്തു? അഭയം ചോദിച്ചു. ആരോട്? നമ്മുടെ ബാലരാമവർമ്മയോ അല്ലെ? കാർത്തിക തിരുനാള് ബാലരാമവർമ്മയോട് അഭയം ചോദിച്ചു. കാർത്തികവർമ്മ അവർക്ക് അഭയം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂമികളിൽ പോയി നിങ്ങൾ താമസിച്ചു കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ തിരുവിതാംകൂറിലേക്ക് അഭയം ചോദിച്ചു വന്ന ഭിക്ഷ യാചിച്ചു വന്ന മലബാറിലുള്ള ആളുകൾക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു? ഭൂമി ദാനം ചെയ്തു. അതുകൊണ്ട് മലബാറുകാരുടെ ജമീന്ദാർ എന്ന പേരിൽ നമ്മുടെ കാർത്തിക തിരുനാൾ അറിയപ്പെട്ടു. അതേപോലെ ധർമ്മം കൊടുക്കുക. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഭിക്ഷ യാചിക്കാൻ വരികയാണെങ്കിൽ അവർ പറയും, അയ്യാ ധർമ്മം കൊടുങ്കയ്യ, അമ്മ ധർമ്മം കൊടുങ്കമ്മ എന്ന രീതിയിലാണ് അവർ വീടിന് വാതിക്കലൊക്കെ ഒന്ന് നമ്മളോട് പറയുന്നത് അല്ലെ? അങ്ങനെ നോക്കിയാല് ഈ പറയുന്ന ധർമ്മം കൊടുത്തു ആര്? തിരുവിതാംകൂറിലെ രാജാവായ
ബാലരാമവർമ്മ. അപ്പൊ ധർമ്മം കൊടുക്കുന്ന രാജാവ്, ഭിക്ഷ കൊടുക്കുന്ന രാജാവ് എന്ന അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് ധർമ്മരാജ എന്ന പേര് കിട്ടിയത്. അല്ലെ, പ്രായം ഒരുപാടുണ്ടായി മരണസമയത്ത് ഇദ്ദേഹത്തിന്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് മുടിയൊക്കെ നരച്ചുപോയി. നമ്മുടെയൊക്കെ നരക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് നരച്ചുപോയി അല്ലെ. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ ന്യൂജൻ വിളിച്ചത് കിഴവൻ രാജ അല്ലെ. ബാക്കിയുള്ള രാജാക്കന്മാരുടെ ഫ്രീക്കൻ രാജാവാണ്, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്. ഇദ്ദേഹം ഒരു കിഴവൻ രാജാവാണ് എന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇത് കിഴവൻ രാജാവ്. അപ്പൊ അങ്ങനെയുള്ള ആ രാജാവ് വളരെ പവർഫുൾ ആയിട്ടുള്ള രാജാവാണ്. ആ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ധർമ്മരാജ ഒരു തൃപ്പടിദാനമൊക്കെ നടത്തിയതാണ്. അതിന്റെ ചരിത്രം അറിയാവോ? മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. അതിനു പുറമെ ഈ ധർമ്മരാജ ഒരു തൃപ്പടിദാനം നടത്തി. കാര്യം എന്താ? മാർത്താണ്ഡവർമ്മ കീഴടക്കി തൃപ്പടിദാനം നടത്തിയത് കീഴടക്കിയ മൊത്തം രാജാക്കന്മാരുടെ സ്വത്ത് കൊണ്ടുപോയിട്ട് പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചിട്ടാണ്. വേറൊരാളും തിരക്കി വരാൻ പാടില്ലതുകൊണ്ടാണ്. ഇദ്ദേഹം അധികാരത്തിലേറ്റെത്തിയപ്പോൾ വീണ്ടും ഒരു തൃപ്പടിദാനം നടത്തി. ഞാൻ ഇനി കീഴടക്കാൻ പോകുന്ന പ്രദേശവും പത്മനാഭനുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തൃപ്പടിദാനമൊക്കെ ഇദ്ദേഹം നടത്തിയത്. അങ്ങനെ അദ്ദേഹം നല്ല പവർഫുൾ ആയിട്ട് ഒരാളായിട്ടിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആ രാജാവിനെ മനസ്സിലായി, എനിക്ക് ശേഷം എന്റെ അനന്തരവക്കാരൻ വലിയ ഗുണമില്ലാത്തവൻ. ഈ ടിപ്പു എങ്ങാനും വന്നു കഴിഞ്ഞാല് പണിയാവും. അതുകൊണ്ട് ടിപ്പുവിന്റെ ശത്രു ആരാണെന്ന് അദ്ദേഹം ഇങ്ങനെ നോക്കി ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മറാത്തകളുണ്ട്, പക്ഷെ അവരെവിടെയാണ്? അവർ വടക്കേ ഇന്ത്യയിലാണ് കിടക്കുന്നത് അല്ലെ. ഹൈദരാബാദിൽ ഒരു നൈസാം ഉണ്ട്. നൈസാം എവിടെ കിടക്കുന്നത്? അങ്ങ് ആർക്കോട്ടിലും അതേപോലെ തഞ്ചാവൂർ ഭാഗത്തും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം കിടക്കുന്നത് അല്ലെ. പിന്നെ ആരുണ്ട്? ആരുമില്ല അല്ലെ. എന്ത് ചെയ്യാൻ പറ്റും? ഒരു പഴശ്ശിയുണ്ട്. പഴശ്ശിയാണെ കാട്ടിക്കേറി വിളിച്ചിരുന്നിട്ട് അല്ലെ, ആളുകൾ അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ വീട്ടിട്ട് അടി കൊടുത്തു. നമ്മൾ ടോം ആൻഡ് ജെറിയിൽ കാണുന്ന പോലെ പൂച്ചയ്ക്ക് വിട്ട് തിരിയാൻ നേരത്തെ ഇരുവന്നിട്ട് ഇവിടുന്ന് കുത്തുന്ന പോലെ ബ്രിട്ടീഷുകാർ തിരിയാൻ നേരത്ത് പഴശ്ശി പുറകെ വിടുന്ന 2 കുത്തു എന്നിട്ട് പഴശ്ശി ഓടിക്കും അല്ലെ. ഗറില്ല യുദ്ധം പറയും. അപ്പൊ ആരുമില്ല. ഞാൻ നോക്കിയപ്പോഴാണ് അറിയണത് ആ ബ്രിട്ടീഷുകാരുണ്ട്. അവർക്ക് ഈ പറയുന്ന ഹൈദരാലിയായിട്ട് നല്ല കലിപ്പുണ്ട്. അപ്പോ ബ്രിട്ടീഷുകാരെ കൂടെ കൂട്ടിയാല് ചിലപ്പോൾ ബ്രിട്ടീഷുകാർ സഹായത്തിനെത്തിയേക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ബ്രിട്ടീഷുകാരെ കൂട്ടാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയ്ക്ക് വരുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള ഒരു കരാറിൽ തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും തമ്മിൽ ഏർപ്പെടും. അതിന്റെ ഭാഗമായിട്ട് വർഷം 1895 എന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണം കേട്ടോ. ബ്രിട്ടീഷുകാരനായ ഒരു പ്രസിഡന്റിനെ, ഒരു ഗസ്റ്റിനെ തിരുവിതാംകൂറിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ തീരുമാനിച്ചു. ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് താമസിച്ചു. എന്നിട്ട് പറഞ്ഞത് ഇത് നിങ്ങളുടെ വീടാണ്, ബ്രിട്ടീഷുകാർക്കുള്ള എംബസിയാണ് തിരുവിതാംകൂറിൽ ഈ വീട്. അപ്പൊ ഒരു ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അമേരിക്കയിൽ തുടങ്ങുന്ന പോലെ ഈ ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിൽ നല്ലൊരു എംബസിയും അവിടെ ഒരു എംബസിയുടെ ഉദ്യോഗസ്ഥനെയും വെച്ചു. അതാണ് ഈ റെസിഡന്റ് എന്ന് പറയുന്നത്. അയാളുടെ എല്ലാ കാര്യവും തിരുവിതാംകൂർ നോക്കിക്കോളും. പക്ഷെ തിരുവിതാംകൂറിൽ ഏതെങ്കിലും ഒരു സഹായം എന്നാൽ ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് റെസിഡന്റ് ആയിട്ട് ഒരാൾ വന്നു. ആ റെസിഡന്റിന്റെ പേരറിയാവോ? തിരുവിതാംകൂറിലെ പറയൂ, കേൾക്കട്ടെ. യെസ്, മെക്കാളെയാണ്. മെക്കാളെ വന്നു. മെക്കാളെയാണ് ഇവിടെ കുറെ കാലമൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ മെക്കാളെ അവസാനം വേലുത്തമ്പിയായിട്ട് ഇടിയായി. വേലുത്തമ്പിക്ക് ശേഷം വന്ന ഉമ്മിണിത്തമ്പിയായിട്ടും ഇടിയായി. അപ്പോ ബ്രിട്ടീഷുകാർ ഇതിനെ ബോധ്യപ്പെട്ടു, ഇവരെ കൊള്ളിയാൽ ഇവനെ തിരിച്ചു വിളിക്കാൻ വിളിച്ചു. എന്നിട്ട് ഇച്ചിരി മര്യാദക്കാരനായിട്ടുള്ള ഒരാള്, ഇച്ചിരി ഈശ്വര വിശ്വാസിയായിട്ടുള്ള ഒരാള്, ആളൊരു പള്ളിയിലച്ഛനാണ്. ആ പള്ളിയിലച്ഛനാണ് തിരുവിതാംകൂറിലെ ഒരു സന്യാസി സംഘടനയ്ക്ക്, LMS എന്ന് പേരായിട്ടുള്ള ഒരു സന്യാസി സംഘടനയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത്. LMS തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം അറിയാവും? 1816 കേട്ടോ. LMS തിരുവിതാംകൂറിൽ LMS, കൊച്ചിയിലും മധ്യ തിരുവിതാംകൂറിലും CMS, ചർച്ച് മിഷൻ സൊസൈറ്റി, മലബാറിലെ EMS, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി അല്ലെ. EMS എന്നോ BMS എന്നോ പറയാം നമുക്ക്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി, ഹെർമൻ ഗുണ്ടത്തിന്റെ ഒക്കെ സംഘടന. അത് മലബാറിലെ, കൊച്ചിയിലും മധ്യ തിരുവിതാംകൂറിലും ചർച്ച് മിഷൻ സൊസൈറ്റി. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ LMS പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആള് നമ്മുടെ മൺട്രോയാണ്. LMS എന്ന് വെച്ചാൽ കൂടുതൽ അംഗബലം ഇല്ലാത്തൊരു സംഘടനയായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ ആളുകളെ കിട്ടണം. ഈ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് അന്ന് തിരുവിതാംകൂർ രാജ്യം നിലനിൽക്കുന്ന എവിടെയായിരുന്നു ഓർക്കുന്നുണ്ടോ? പത്മനാഭപുരം എന്ന് പറഞ്ഞ സ്ഥലത്തല്ലായിരുന്നോ പത്മനാഭപുരം? അവിടെയായിരുന്നു. പിന്നെ കവടിയാർ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിരുന്നു തിരുവിതാംകൂറിലെ യഥാർത്ഥ കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോ ഈ പറയുന്ന മൺട്രോ ഇവിടെ വന്നു. മൺട്രോ പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മുടെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മരണപ്പെടുന്നത്.
ഇദ്ദേഹത്തിന്റെ അനന്തരവൻ ജനിച്ചിട്ടില്ല, ഗർഭത്തിലിരിക്കുകയാണ്. ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. മൺറോ എന്ന് പറഞ്ഞ ആള് ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഈ സാമ്രാജ്യത്തെ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചുക്കിനും ചുണ്ണാമ്പിനും പുള്ളിയല്ലാത്ത ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. ആ സമയത്താണ് അങ്ങനെ ഉണ്ടായിരുന്ന ആളായിരുന്ന അല്ലെങ്കിൽ അശക്തനായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മരിക്കുന്നത്. അതിശക്തനായ കേരളവർമ്മയായിരിക്കും ഇനി തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിട്ട് വരാൻ പോകുന്നതെന്നും ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ടു. ഉടനെ തന്നെ എന്ത് ചെയ്തു? രാജ്യം പോകാതിരിക്കാൻ വേണ്ടി ഇവർ നോക്കാൻ നേരത്ത് ഈ അവിട്ടം തിരുനാളിന്റെ പെങ്ങൾ അവരാണ് ലക്ഷ്മി പാർവതിഭായ്. അവര് ഗർഭിണിയാണ്. ഗർഭത്തിലുള്ള കുട്ടി പെണ്ണാണ് എന്നുണ്ടെങ്കിൽ കേരളവർമ്മ രാജാവായിട്ട് വരും. അത് ആണാണ് എന്നുണ്ടെങ്കിലോ ആ ആൺകുട്ടി വലുതാകുന്നത് വരെ അവന്റെ അമ്മയ്ക്കോ വലിയമ്മയ്ക്കോ ഈ രാജ്യം ഭരിക്കാം. അപ്പൊ ഇയാൾ നേരെ ചെന്നിട്ട് ഈ ഗർഭിണിയായ ആ ലക്ഷ്മി പാർവതി ഭായിയോടും അല്ലെ ഗൗരി ലക്ഷ്മി ഭായിയോടും ലക്ഷ്മി പാർവതി ഭായി എന്ന വലിയമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു. കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇപ്പോ കുട്ടി ഗർഭത്തിലിരിക്കെ തന്നെ ഇതൊരു ആൺകുട്ടിയാണെന്നും ഞാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, എന്നിട്ട് നിങ്ങൾ റീജന്റായിട്ട് ഭരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അല്ലെ ഒരു ഗർഭിണി രാജ്യം ഭരിച്ചു. അതാണ് ലക്ഷ്മി ഭായി അല്ലെ, ഗൗരി ലക്ഷ്മി ഭായി. ജനിച്ചത് ആൺകുട്ടിയായിരുന്നു, സ്വാതി തിരുനാളായിരുന്നു. പിന്നെ സ്വാതി തിരുനാളിന് പ്രായപൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ 10-18 വയസ്സാവണം. അത്രയും കാലം വരെ ഈ പെണ്ണുങ്ങളല്ലേ ഭരിക്കുള്ളൂ. അവർക്ക് രാജ്യഭരണം എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് രാജ്യഭരണം എന്ന് പറയില്ല. അവരെ നോക്കാൻ നേരത്ത് ഞങ്ങളുടെ രാജ്യം കൈവിട്ട് പോകാതെ ഞങ്ങളുടെ കയ്യിൽ തന്ന് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാവം പ്രസിഡന്റ് മൺറോ, അതുകൊണ്ട് മൺറോ പറയുന്ന പോലെ എല്ലാം എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ഭരിക്കാനൊന്നും അറിയാൻ മേലെ മൺറോ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളാം. മൺറോ പറഞ്ഞു നമുക്ക് ഇവിടെ എന്താണ് ഒരു നിയമം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നിയമം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? ചട്ടം എന്നാണ് നിയമം അറിയപ്പെടുന്നത്. ചട്ടം എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന എഴുത്തുകാരെ വിളിച്ചിട്ട് ഓലയിൽ എഴുതാൻ പറഞ്ഞു. പിന്നെ ചട്ടങ്ങൾ ഓലയിൽ എഴുതി വെച്ചു. അതാണ് ചട്ടവരി ഓലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേട്ടിട്ടില്ലേ ചട്ടവരി ഓലകൾ? തിരുവിതാംകൂറിലെ നിയമസംഹിത. അപ്പോൾ റാണിമാർ അത്ഭുതപ്പെട്ടു, മൺറോ തമ്പുരാന്റെ കാര്യം അല്ലേ, അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ മന്ത്രിയായിട്ടിരുന്നോളാം. അങ്ങനെ എന്തായി? റെസിഡന്റ് ആയിട്ട് വന്ന മൺറോ റെസിഡന്റ് ദിവാനായിട്ട് മാറ്റും. ദിവാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? റാണിമാരെ എന്ത് കൊടുത്താലും ഒപ്പിട്ട് കൊടുത്തു. ഇദ്ദേഹമാണ് രാജ്യം ഭരിച്ചത്. ഇദ്ദേഹം ചെയ്ത കാര്യമാണ് ഇവിടെ തിരുവിതാംകൂറിലെ അന്ന് അടിമ കച്ചവടം ഉണ്ടായിരുന്നു. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ഒരു അടിമ കമ്പോളം ഉണ്ടായിരുന്നു. അടിമ കമ്പോളവും അടിമ മാർക്കറ്റും നിരോധിച്ചുകൊണ്ട് പണിയെടുക്കുന്ന മനുഷ്യർക്ക് കൂലി കൊടുക്കാതെ ഇട്ട് ഒഴിയിപ്പിക്കുന്ന ഒരു തൊഴിലുണ്ട്. ഊഴിയം വേല എന്ന് പറയുന്ന ഒരു തൊഴിൽ. ആ ഊഴിയം വേല നിരോധിച്ചു, അടിമത്തം നിരോധിച്ചു. അങ്ങനെ നോക്കിയാൽ ലോകത്തിൽ ആദ്യമായിട്ട് അടിമത്തം നിരോധിക്കപ്പെട്ടത് എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ് അല്ലെ? ലോകത്തിൽ ആദ്യമായിട്ട് സെൻസസ് കണക്കാക്കപ്പെട്ടത് എവിടെയാ? നമ്മുടെ നാട്ടിലാണ്. 1836 കാലഘട്ടത്തിൽ ആണ് നടപ്പാക്കപ്പെട്ടത്. ലോകത്തിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ് അല്ലെ? പക്ഷെ രേഖകളിൽ മറ്റു പലരൊക്കെ കൊണ്ടുപോയെന്നേ. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഇത് നടന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ LMS വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം. മൺറോ ചെയ്ത കാര്യം. മൺറോ LMS പ്രവർത്തിക്കാൻ പെർമിഷൻ കൊടുത്തു. തിരുവിതാംകൂറിനും കവടിയാറിനും ഇടയിൽ കിടക്കുന്ന ജനസഞ്ചയം എന്ന് പറയുന്നത് നാടാർ സമുദായത്തിൽപ്പെട്ട ജനസഞ്ചയമാണ്. നാടാർ സമുദായത്തിൽപ്പെട്ട ജനസഞ്ചയം എന്ന് പറയുന്നത് അവിടെ ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ സവർണരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ പ്രാപ്യമായിരുന്നു. അപ്പൊ ഈ മൺറോ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. മൺറോ കൊണ്ടുവന്ന നിയമം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന നാടാർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മേൽമുണ്ടുടുത്ത് നടക്കാം, അവരുടെ പുര ഓടുമേയാം, സ്വർണ ആഭരണങ്ങൾ അവർക്ക് അണിയാം, പള്ളിക്കുടങ്ങളിൽ പോയി പഠിക്കാം, പൂർവിക സ്വത്തിന്മേൽ അവകാശം കിട്ടും, പൊതുവഴി നടക്കാം. ഇതൊന്നും അന്ന് അനുവദനീയമല്ലാത്ത കാലമാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാതന്ത്ര്യം വേണമെന്ന് ചിന്തിക്കുന്നത് നേരെ ക്രിസ്തു മതത്തിലേക്ക് പോകും. അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് ധാരാളം ആളുകൾ എന്ത് ചെയ്തു? പരിവർത്തനം ചെയ്തു. അങ്ങനെ LMS സൊസൈറ്റി എന്ന് പറയുന്നത് ഈ തിരുവിതാംകൂറിലങ്ങ് വളർന്ന് പന്തലിച്ചു. എല്ലാവരും പോകുന്നതാണ് ഈ ഊട്ടയുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ഓട്ടയുള്ള ഒരു കലത്തിൽ വെള്ളമെടുത്ത് വെച്ചാൽ ചോർന്നു പോകുന്നത് പോലെ നാടാർ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം ഇങ്ങനെ ചുരുങ്ങുന്നു. ഇത് കണ്ടിട്ടും തിരുവിതാംകൂറിലെ ഭരണാധികാരികളൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ വൈകുണ്ഠസ്വാമിക്ക് കലിപ്പായത്. വെറും കലിപ്പല്ല, കട്ടക്കലിപ്പായി. ഉള്ളി പറഞ്ഞ എന്താണ്? കടൽ കടന്നെത്തിയ വെളുത്ത നീചന്റെ കിരാത ഭരണത്തിന് കുടപിടിച്ചു കൊടുക്കുന്ന അനന്തപുരിയിലെ കറുത്ത നീചനാണ് സ്വാതി തിരുനാളെന്ന് പറഞ്ഞു. ഓർക്കുന്നില്ലേ? ഈ ഡയലോഗ് വരാൻ കാര്യം ഇങ്ങനെയുള്ള സംഭവം ഇവിടെ നടന്നതുകൊണ്ടാണ് കേട്ടോ.
അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിന്നീട് ചാന്നാർ സമരം പോലുള്ള സമരങ്ങളൊക്കെ നടത്തപ്പെട്ടത്. അപ്പൊ നമ്മൾ നോക്കിയത് ഈ മൺറോ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ്, റെസിഡന്റ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടാണ്, ദിവാൻ എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ ദാനം എന്ന് പറഞ്ഞ എന്താ നമ്മൾ മനസ്സിലാക്കില്ല. ദാനം ഇങ്ങനെ കൊടുക്കുന്ന ഭൂമിയാണ്. പിന്നൊരു ഭൂമി കൂടിയുള്ളത് പണ്ടാരമകയാണ്. പണ്ടാരമക എന്ന് വെച്ചാൽ അറിയാമോ? രാജാവിന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, പേഴ്സണൽ സ്വകാര്യ ആവശ്യങ്ങൾ. ഇപ്പൊ രാജാവിന് ചിലപ്പോൾ രാജാവിന് ആഭരണങ്ങൾ വാങ്ങണം, രാജ്ഞിക്ക് ആഭരണങ്ങൾ വാങ്ങണം, രാജാവിന് എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ രാജാവിന്റെ സ്വന്തം കയ്യിൽ കാശ് വേണം. അങ്ങനെ രാജാവിന് വേണ്ടുന്ന കാശാണ് ഈ പണ്ടാരമക ഭൂമിയിൽ എടുക്കുന്നത്. ഈ പണ്ടാരമക ഭൂമിയിൽ പണിയെടുത്തിട്ടിരുന്ന പാവപ്പെട്ട കർഷകർക്ക് രാജാവ് പറഞ്ഞു, നീ ഇത്രയും കാലം ഇവിടെ പണിയെടുത്തതല്ലേ, ഒരു 2-3 സെന്റ് വളച്ചിട്ട് നീ ഇവിടെ താമസിച്ച് നിന്റെ സ്വന്തമാക്കി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പണ്ടാരമക ഭൂമിയിൽ താമസിക്കുന്ന, കൃഷി ചെയ്യുന്ന, ഭൂമിയില്ലാത്ത പാവപ്പെട്ടവനെ ഭൂമി കൊടുക്കുവാനായിട്ട് അന്ന് തിരുവിതാംകൂറിൽ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാളെന്ന രാജാവ് തീരുമാനിച്ചപ്പോൾ അതെന്തായി? അത് കർഷകരുടെ മാഗ്നാ കാർട്ട എന്ന പേരിൽ അറിയപ്പെട്ട ഏത് വിളംബരം? യെസ്, പണ്ടാരപ്പാട്ട വിളംബരം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡെമോക്രസി എന്ന് പറഞ്ഞ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. അടിമത്തം എന്ന് പറഞ്ഞ സമ്പ്രദായം എബ്രഹാം ലിങ്കൺ 1863 നിരോധിച്ചുകൊണ്ട് അല്ലെ മഹാനായ വിമോചകനായിട്ട് മാറിയപ്പോൾ ഇവിടെ മൺറോയും നമ്മുടെ ഗൗരി ലക്ഷ്മി ഭായിയും ഒക്കെ ഇതൊക്കെ 50 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തതാഴി എന്ന് പറഞ്ഞ് ഇരിക്കേണ്ട ഒരാൾക്കാരായിട്ട് മാറിയിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ എബ്രഹാം ലിങ്കനാണ് ഡെമോക്രസിയെ നിർവചിച്ചത്. ആ ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലെ 2 തരമുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് തന്നെ കടന്നു പോയേക്കാം. ഓക്കെ, ഡെമോക്രസിയും പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം എന്ത്, പ്ലബിസൈറ്റ് എന്ത്, റഫറൻഡം എന്ത്, റീകാൾ എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് എന്ന് വെച്ചാൽ വ്യാഴാഴ്ച നമുക്ക് പഠിച്ചു പോകാം. ഇപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്, ഈ ഒരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളിപ്പോ നോക്കുന്നത് 3ാമത്തെ വിഷയം. ആദ്യം നമ്മൾ നോക്കിയത് ഏതായിരിക്കാം? എവല്യൂഷൻ ഓഫ് പോളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 15 മാർക്കിന്റെ ടോപ്പിക്ക് നമ്മൾ തുടങ്ങി വെച്ചു. രണ്ടാമത് നമ്മൾ നോക്കിയത് ഏതായിരുന്നു? റൂറൽ ഡെവലപ്മെന്റിന്റെ സംഭവം. വീഡിയോ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, നോട്ട് വായിച്ചായിരുന്നു അല്ലെ. റൂറൽ ഡെവലപ്മെന്റ് അത് എത്ര മാർക്കായിരുന്നു? റൂറൽ ഡെവലപ്മെന്റ് ഉള്ളത് അറിയാലോ, എത്ര മാർക്കാ? അത് 15 മാർക്കാണ് റൂറൽ ഡെവലപ്മെന്റ് ഉള്ളത്. 3ാമത്തെ മേഖലയാണ് നമ്മൾ നോക്കിയതായിരിക്കാം ഡീസെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട്. ഈ മേഖല 12 മാർക്ക്. അപ്പൊ ഈ ഒരു മേഖലയുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഓരോ ചെറിയ ക്ലാസ്സുകളായിട്ട് നമ്മളിങ്ങനെ എടുത്ത് പതുക്കെ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ ആ ഒരു ഓണം വരെയുള്ള ക്ലാസ്സുകൾ ആഴ്ചയിൽ 3 ദിവസം ആയിരിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ ചിലപ്പോൾ 2 ദിവസങ്ങളിലായിരിക്കും. കാര്യം ഇതിനിടയ്ക്ക് പ്രധാനപ്പെട്ട പല പരീക്ഷകളൊക്കെ വരുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്താക്കാം ചുരുക്കാൻ പറ്റുന്നത് നമ്മളുടെ ഈ ഒരു ഷെഡ്യൂൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഓണം കഴിയാൻ നേരത്തൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ കഴിയും. പിന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് വരും. പിന്നെ നവംബർ വരെയുള്ള സമയം, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു മേഖലയുടെ റിവിഷൻ ക്ലാസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ 3ാമത്തെ ടോപ്പിക്ക് ജസ്റ്റ് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലത്തേക്ക് ഇവിടെ ഓക്കെ ശരി.